അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം RIP മൗസ് ഇല്ലല്ലേ ഇനി ഹലോ കേക്കോടാ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നു. നമുക്കൊരു ടർഫ് കൂടെ കിട്ടിയല്ലേ? അപ്പൊ എന്തായാലും 2 ടർഫായി. ഇന്ന് ടർഫിന്റെ ഓപ്ഷൻ ആക്കിയാ പോയാരെല്ലാം സിറ്റി കത്തിയായിരുന്നു. ഓ സിറ്റി ഓപ്ഷൻ നമ്മൾ 3 പേരേ ഉള്ളൂ. ഓക്കെ എന്നാ നമുക്ക് ആരൊക്കെ വരും നോക്കാം, എന്നിട്ട് നമുക്ക് പോവാം. ചന്ദ്രൻ പീഡിയില് ഡ്യൂട്ടി എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞതേ. ഇന്നലെ ഉണ്ടായിരുന്നല്ലേ? എടാ എന്ത് ചെയ്താലാണ് ഇവന്മാരൊന്ന് പുറത്തിറക്കാൻ പറ്റുന്നത് ഈ പീഡിയെ? വെറുതെ നമുക്ക് ഏതെങ്കിലും സിറ്റിസനെ വിട്ട് സിറ്റിയിൽ വെടിവെപ്പിക്കാം. 144 എന്ന് പറഞ്ഞ അങ്ങ്. പക്ഷെ അത് അന്നേരം ഈ ഭരചന്ദ്ര സാറൊക്കെ തോക്കുമ്പൊക്കെ ഇറങ്ങി വന്ന എന്ത് ചെയ്യും? കൊല്ല നമുക്ക്. അത് വേണ്ട, ഉപദ്രവം വേണ്ട. അല്ലെങ്കിൽ റോബറി ചന്ദ്രൻ വരുമെന്ന് അറിയില്ല. ഇതെന്താ ഇങ്ങനെ? ഒരു വണ്ടി അടിച്ചു മാറ്റിയാൽ മതിയായിട്ട്. എടാ നമ്മുടെ ആകെ 18 കാർഡേ ഉള്ളു. KVAക്ക് കാർഡ് കൊടുക്കണം. നമ്മളെപ്പോഴും ഉണ്ട് സിറ്റിയിൽ. കുറച്ച് എല്ലാരും കൂടെ നമ്മള് KVയുടെ എത്ര കാർഡായിരുന്നു മേടിച്ചത്? 45 59 59 കാർഡാവാൻ ഇനിയും വേണമല്ലോ. നമ്മളെ കൊണ്ട് പറ്റുണ്ടോ? നമ്മള് കൊടുക്കും. ഞാനേ ഹലോ ഹലോ തന്നെ വീഴുന്നുണ്ടോ നടക്കുമ്പോ? ഇല്ല ബഗ്ഗായിരിക്കടാ. ജുഗുറു ഒരു സ്ട്രൈക്ക് എടുക്കട്ടെ നിനക്ക്? ഇനിയും പോവണ്ട. നമുക്ക് ഉള്ളത് കൊടുക്കാടാ. കാർലോ വിളിക്ക്. കാർലോ ഇവിടെ ഉണ്ടോ സിറ്റിയില്? മെസ്സേജ് 21 മണിക്കൂർ മുമ്പ്. എവിടെയാണ് വാസു? എവിടെ? സുഖമാണോ? ഐ മിസ് യു. ഇത്രയും നാള് തിരക്കുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ എന്താ പെട്ടെന്ന് മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നേ? ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ഇത് അവളെ എനിക്ക് അയക്കേണ്ട മെസ്സേജ് അല്ലേ? ഞാനല്ലേ ഇഗ്നോർ ചെയ്തത്? കുഴപ്പമില്ല, കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അല്ലാതെ എൻ്റെ ഇൻബോർഡ് സ്കില്ല് തന്നെ അതല്ലേ കൺവേർഷൻ. എടാ എന്താ വാ നമുക്ക് കാർലോ വിളിക്കാനാണ് നമ്മൾ ഫോൺ എടുത്തതല്ലേ? എടാ എല്ലാം മറന്നുപോയി. വേറെ മെസ്സേജ് എല്ലാം മീൻകുട്ടി മോൾ. ദർശനം ഇടയ്ക്ക് എന്തോ ഒന്ന് തിരക്കിയായിരുന്നു. നിനക്കിപ്പോ പെട്ടെന്ന് ദർശനയുടെ കാര്യം ഇവിടെ ഓർമ്മ വന്ന്? കമന്റ് സെക്ഷൻ ഓഫ് ചെയ്തേ. പുറത്തു പോകണം ചെറുതായിട്ട് ഓഫ് ചെയ്യാൻ. അല്ല പറയാൻ റീസൺ അതല്ലേ, ദർശന അണ്ണനെ കെട്ടിയാൽ എന്തോ നമ്മുടെ കുട്ടിയിൽ അർത്ഥവും സെറ്റ് ആകുന്നു, അങ്ങനെ എന്തോ ഒരു ഇത് കേട്ട്. എന്താ പോടാ കൊട്ടയെന്നാ? ദർശന ചേച്ചി അനിയത്ത് ആരോ ഉണ്ട്. എടാ നിനക്കൂടെ കുറച്ച് കഴിയുമ്പോ, കാരണം നീ ഇപ്പൊ ചെറുതല്ലേ, കുഞ്ഞല്ലേ, അപ്പൊ നിനക്കത് വളർന്നു വലുതായിട്ടില്ല. നിനക്ക് കുറച്ചുകൂടെ കഴിയുമ്പോ നിനക്ക് അവിടെ ഒരു അവയവം വരും. ഇതിനെയാണ് ഈ പേരെടുത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയണത്, മനസ്സിലായോ? അത് നിനക്ക് ഇപ്പൊ മനസ്സിലാകുന്നില്ല. ഞാൻ ഒരു ആൺകുട്ടിയാണ്ട് എനിക്കതുണ്ട്. കുറച്ചുകൂടെ കഴിയും നിനക്കത് വളർന്നു വരാൻ. നീ ഇപ്പൊ സ്കൂളിലൊക്കെ പയ്യെ സ്കൂളിലൊക്കെ പോയി കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കിനും ഒരു 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ നിനക്ക് ബയോളജിക്കകത്തത് പഠിക്കാനൊക്കെ ഉണ്ടാവും. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നിനക്ക് മനസ്സിലാവും, ഇതെല്ലാം ആമ്പിള്ളാർക്കും ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുള്ളിയുടെ കാര്യം മാത്രം ഇത് പറയുന്നത്? അപ്പൊ MRCയിലുള്ള ആർക്കും ഇതില്ലേ എന്ന് നീ ചിന്തിക്കുന്ന ഒരു കാലം വരും. നീ വളർന്നു വരുന്നതേ ഉള്ളൂ. ഓഫ് റോഡ് പോകുന്ന ഒരു കിടിലം വൈബാണ്. പന്നീനെ പിടിക്കണെന്തിനാ? എന്താടാ പന്നി വഴി കൂടെ ഇടിച്ചിട്ട് അത്രേ ഉള്ളൂ. ഇടിച്ച് അല്ലോ അവര് കേട്ടത് പന്നീനെ ഇടിച്ചെന്നാ പറഞ്ഞു.
എന്താ മച്ചനെ ഗണ്ണൊക്കെ എയിം ചെയ്യുന്നേ? ഞാൻ വള്ളിയൊന്നും എടുക്കില്ല, ഇന്ന് ഞാൻ വള്ളിയൊന്നും എടുക്കത്തില്ല, ഞാൻ ഡീസൻ്റ് ആണ്. നമുക്ക് കേവിയുടെ അടുത്തോട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട്. ബൈക്കിൽ ആരാ തിരിച്ചു വിട്ടു അങ്ങോട്ട്. ഏബൽ എവിടെടാ? റേഡിയോയിലില്ല. ഫോൺ വിളിക്കും കേട്ടാ. ഹലോ ചിഞ്ചുവിനെ വിളിക്കണോ ഇവരെ? ചിഞ്ചുവിനെ വിളിക്കണോ? ആണെങ്കിൽ എന്താ ബ്രോ, എന്താടാ ടിമാ, നീ മുടിച്ചിട്ട് കുഞ്ഞിക്കാൻ പോന്നോടാ? എന്താടാ? നമുക്ക് ഒരുമിച്ച് ചിഞ്ചിനെ വിളിക്കാം. വാ വണ്ടി കയറാം. വാ നമുക്ക് ചിഞ്ചിനോട് സംസാരിച്ചൊക്കെ പോവാ. കേറ്. ചോടൊക്കെ കേട്ടോ ബ്രോ. ബ്രോ അവിടെ 3 പേരല്ലേ ഉള്ളൂ? 4 പേരുണ്ട്. ആരാണ് വീട്ടിൽ പേടിക്കാൻ പോയെന്നോ? അത് ബ്രോ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ഗെയിം അല്ലേ. ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നല്ലത് മാത്രം ചെയ്യുന്ന കുറച്ച് ആൾക്കാര് ഈ ഈ നന്മ ചെയ്യുന്ന ഗ്യാങ് കേറുന്നതിന് മുമ്പ് ഒരു സമയത്ത് T47 പയ്യന്മാരെയൊക്കെ വീട്ടില് തല്ലാൻ പോയിട്ടുണ്ട് വണ്ടി എടുത്ത്. ഇപ്പൊ ചെറുക്കൻ പട്ടി അഴിച്ചിട്ട് റോഡിൽ കളഞ്ഞു. അപ്പൊ ഇവര് പറഞ്ഞു ഞാൻ പോയിട്ട് അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞിട്ട് പോയി. അവരുടെ ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ചാ ഗൈസ്, എന്നിട്ട് ഈ നന്മ വരുത്തുന്ന ഗ്യാങ്ങിനെതിരെ ഈ പയ്യന്മാരുടെ സിറ്റുവേഷൻ വന്നപ്പം അവന്മാര് ഇത് പറഞ്ഞ് ഭീഷണിയും പെടുത്തി. ഇനിയും വരുമെന്ന് പറഞ്ഞ് ഭീഷണിയും പെടുത്തി. അയ്യോ കണ്ടി എന്നൊക്കെ പറഞ്ഞ A ക്ലാസ് കണ്ടികൾ. എന്താ കണ്ടികളെന്ന് മാത്രം കേട്ടു. A ക്ലാസ് കണ്ടികൾ ആരാ? എന്താ പറയാ, ഈ നിൽക്കുന്നുണ്ടല്ലേ ഈ പഞ്ചായത്തിലുള്ളമാരായിരുന്നു തന്നെ പറഞ്ഞത്. ലെഫ്റ്റിലത്തെ KV അല്ല പെട്ടിലോട്ട് പോയ അവരുടെ അടുത്ത് ചോദിക്കാം. അതിന് KV മറിഞ്ഞു വീണുട്ടാ. എടാ നിർത്തണേ ബ്രോ. ഹലോ തിരിച്ചു പോയി. നല്ല നിർത്തം. ആർക്കെങ്കിലും 600 MS ഉണ്ടോ? ഞാൻ 600 MS പ്ലെയർ ഇല്ല 73 വിടണ. ഞാൻ വിടത്തില്ല ബ്രോ. ഇതൊന്നും നമ്മളൊക്കെ എത്ര ഇതായിട്ട് നിന്നാലും ഉണ്ടല്ലോ ഈ പുണ്ടച്ചികളുടെ ഫ്രസ്ട്രേഷൻ മാറത്തില്ല. മനസ്സിലായ? ഹലോ 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 എടാ കാറിലുണ്ടോ? ആണോ? റേഡിയോ ഇല്ല. ഓക്കെ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. ഓക്കെ ചില്ല് വിട. ഞാൻ ഗൈസ് ഇതൊന്നും ഗൈസ് നമ്മളൊക്കെ ഇത്ര നാളായില്ലേ ഗൈസ്? ഇത്രയും നാളായിട്ട് നമ്മൾ ഇങ്ങനത്തെ ചെറ്റത്തരം ഒന്നും ആരോടും കാണിച്ചിട്ടില്ല. സിറ്റുവേഷൻ വരും. ഇനി നാളെ അവര് ജയിക്കാം, നമ്മൾ ജയിക്കാം. ഇത് നമ്മൾ തോറ്റിട്ടുണ്ട്. തോക്കുമ്പോഴൊന്നും നമ്മൾ ഇങ്ങനെ ചെയ്യാറില്ല. നമുക്കതിന്റെ ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ചാനൽ വെച്ചുള്ള കാര്യമൊന്നും എന്താ എടുത്തു വെച്ച് കുഞ്ഞു കളിക്കേണ്ട സാധനമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടുത്തെ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ നമ്മള് 10 ലക്ഷം രൂപയുടെ ബൂട്ട് ക്യാമ്പ് നാളെ പണിത് തരാം. മറ്റേ 1/2 കിലോ ഉള്ള ഇവനൊക്കെ എന്റെ മണ്ടക്കോട്ട് വന്ന് കേറിയിട്ട് എന്റെ മണ്ടക്കോട്ട് കയറി വന്ന് ചത്തതാ. എനിക്കൊരു കില്ല്. സഹോദര ഹലോ ഹലോ മച്ചു ബ്രോ വണ്ടി കടൽ സൈഡിലോട്ട് പോയിട്ടുണ്ട്. പയ്യൊക്കെ വരണ്ടേ ബ്രോ? ഈ പ്രായത്തിലൊക്കെ വണ്ടി മേടിച്ച് എടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെ സ്പീഡിൽ പോയ CC കൂടിയ വണ്ടിയായിട്ട്. സത്യം ബ്രോ, എന്താ ഇത്? നമ്മുടെ കോംബോ ഫ്രണ്ടായിട്ട് ജൂഡിൽ വിടുന്നുണ്ട്. എടാ ഈ മുടിഞ്ഞു പോണ ദൈവമേ. ആന്റി വീഡിയോ ഞാൻ കിക്കായടാ. ഞാൻ കിക്കായി. അല്ലെങ്കിൽ ഞാൻ കിക്കിലല്ലേ സ്ട്രീം ചെയ്യണേ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ ഇടില്ല സാധനം.
ഇപ്പഴ ഈ റോക്ക് സ്റ്റാർ ഇപ്പൊ ഈ പബ്ജി അല്ലേ, പബ്ജി ഈ 5M കളിക്കുന്നവർക്കറിയാം. നേരത്തെ ഈ റോക്ക് സ്റ്റാറിന് ഇത്ര ലോഡിങ് ഇല്ലായിരുന്നു. ഇപ്പൊ റോക്ക് സ്റ്റാറിന്റെ ഒരു മെനു വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ലോഗിനും ചെയ്യണം, അതാക്കണം ഇതാക്കണം എന്തൊക്കെ. ഗൈസ് ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചു തരാവേ. ഞാൻ കുറേ നാളായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു. എനിക്ക് ഫൈനലി അത് കിട്ടി. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ അത് ഭയങ്കര വിലയായിരുന്നു. അതിന് നമ്മുടെ നാട്ടിൽ ഈ പറയണ ഇവരുടെ ഈ ഡോളർ കാണിക്കുന്ന പ്രൈസ് അല്ലായിരുന്നു. നമ്മുടെ നാട്ടിൽ അതിന് ഒടുക്കത്തെ വിലയായിരുന്നു. ഇത് എനിക്ക് കിട്ടി ഗൈസ് ഫൈനലി. ഈ കീബോർഡ്, ഈ സാധനം കണ്ടാ, വിഷയ സാധനമല്ലേ. എനിക്ക് ഗൈസ് എൻ്റെ പി സിയുടെ ഞാൻ പറഞ്ഞില്ല, ആ ബിൽഡ് ചെയ്യുന്ന ഒരു ഇതിൻ്റെ എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോംബോയാ. അപ്പോൾ ആ ബ്ലാക്ക് ആൻഡ് ഗോൾഡ് കോംബോയിൽ ചേരുന്ന ഒരു നല്ലൊരു കീബോർഡ് എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിന് ആക്ച്വലി $179 ഉള്ളൂ ഇവരുടെ വെബ്സൈറ്റിൽ. പക്ഷേ $179 എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാ? $179 ഇവിടെ എത്ര രൂപയാ ഗൈസ്? നോക്കട്ടെ $179 in rupees 17,000 രൂപ. 18,000 രൂപയേ ഉള്ളൂ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ, മനസ്സിലായോ? പക്ഷേ ഇവിടെ ആമസോണിലും ഇതിലും എല്ലാം വിൽക്കാൻ കിടക്കുന്നു 28,000 29,000 രൂപയ്ക്കാണ്. എനിക്ക് ഈ റേറ്റിലും കുറവ് റേറ്റില്ല എനിക്കിത് കിട്ടിയത്. ഞാൻ ഇത് കിട്ടിയിട്ട് ബാക്കി നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ട് കീബോർഡ് എന്നൊക്കെ. എനിക്ക് ഈ കീബോർഡ് വിട്ട് മാറാൻ പറ്റത്തില്ല. മറ്റേ കീബോർഡിൽ ഒരു കാണാൻ നല്ലൊരു ഭംഗിക്കും ഒരു ഇതിനും വേണ്ടി വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം എടുത്തത് തന്നെ. അപ്പോൾ നമുക്ക് സിറ്റിയിൽ കയറണ്ടേ. The city light flickers in the puddles on the floor. One hand on the wheel, one foot out the door. I remember the first day, the hunger, the heat. Just another ghost walking on this slanted street. അത് നമ്മളിവിടെ എന്താണ് പറഞ്ഞതെന്ന് I don't believe in luck, I just negotiate with. ഇല്ല, അത് നമ്മളിവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് സാധാരണ നിങ്ങൾക്ക് ഇത് അറിയാലോ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. നമ്മളിവിടെ വരും, ഇവിടെ വന്നിട്ട് അവിടെ ബസ് അടിക്കുന്നുണ്ട്, നമുക്കിതിന് റിപ്ലൈ കൊടുക്കണേ. അപ്പോൾ അണ്ണന്മാർ ലൈവ് എടുത്തിട്ട് എൻ്റെ POV ഒക്കെ പ്ലേ ചെയ്തിരിക്കും. അതിന്ന് കണ്ടിരിക്കണം അവന്മാർ കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇത്രയും പറഞ്ഞത്. ഞാൻ ഇത്രയും പറഞ്ഞതാണ്. ഇനി നീയൊക്കെ കണ്ടിരിക്കണം. ഇരിക്കുമ്പോൾ ഞാൻ തരാം. കറ സിറ്റി കയറി കയറി ഗോഡ്സില്ല അപ്ഡേറ്റ്. ഗോഡ്സില്ല സിറ്റിക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ബ്രോ, പക്ഷെ നമ്മുടെ ഗരാജ് വന്നിട്ടില്ല. ഞാൻ ഒന്ന് ചോദിക്കട്ടെ അതെന്താണ്. ഹലോ എടാ വീഡിയോ കിക്കായടാ, വാ ഇവിടെ നിക്കണ്ട, വാ കേറ് 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 കേറ്. ആ കാസ്ട്രോയും ലൈവ് ആണ്, അവന് വ്യൂസ് കൊടുക്കുക. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഉണ്ടല്ലോ, ഇപ്പൊ KV ഇവന്മാർ അടിച്ചെന്ന് പറഞ്ഞിട്ട് എന്തോ വലിയ കാര്യം പറയുന്നുണ്ട്. ഈ ലെഗസി അണ്ടി എന്നൊക്കെ പറയുന്നുണ്ട്. എടാ ഒരു വാറ് തോറ്റാ പോണതല്ല ഈ ലെഗസി എന്നൊക്കെ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞ്. ഇതിനു മുമ്പ് കാസ്ട്രോ ഒക്കെ അവന്റെ പ്രൈം ടൈമില് കൊണ്ടുവന്ന വ്യൂവർഷിപ്പ് ഒന്നും 7 അയലത്ത് പോലെ ഒരു ഗെയിം വെച്ച് നിന്റെ ഒന്നും ഒരു ഷണ്ടികൾക്കും എത്താൻ പറ്റൂല. കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയില് അവൻ ഒരു മൊബൈൽ ഗെയിമിന് കൊണ്ടുവന്ന വാച്ചിങ് നിന്റെയൊക്കെ ഇനി ഞാൻ പറയില്ല, നിന്റെ ലീഡറും കോ ലീഡറും ഒക്കെ ഷഡ്ഡി ഇട്ട് ഇനി നിരന്ന് നിന്ന് ആടിയാൽ പോലും അവൻ കൊണ്ടുവന്ന വ്യൂവർഷിപ്പ് ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. പിന്നെ അങ്ങനെ ഒരു ഈ ലെഗസി എന്നൊക്കെ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടുള്ള ഒരു നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പേരും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇതാണ്. അല്ലാതെ ഈ ലെഗസി ഉള്ളവരെ പോയി തല്ലിയാൽ ഉടനെ ആ ലെഗസി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഇത് മറ്റേ കഷ്ടത്തിരിക്കുന്ന സാധനമൊന്നും അല്ല. മനസ്സിലായോ? അതാദ്യം മനസ്സിലാക്കണം. ബ്രോ റായ്സാർ കോണ്ടന്റ് ക്രിയേറ്റർ അല്ലേ? ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കറന്റ്ലി അവന്റെ ഹിന്ദി ഓഡിയൻസ് ആണ് അവന് ഏറ്റവും കൂടുതൽ. ഞാൻ പറയണ കാര്യം ഇതാണ്, നമ്മുടെ നാട്ടില്
മലയാളികൾ ഭയങ്കര കുറവാണ്. കേരളത്തിൽ മാത്രമാണ് മലയാള ഭാഷ സംസാരിക്കുന്നത്. മലയാള ഭാഷ മാത്രം സംസാരിക്കുന്ന ഒരു സ്ട്രീമർ അത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊരു ഔട്ട് ഓഫ് ദി ലീഗ് സാധനമാണ്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അത് റായ്സ്റ്റാറിനെ വെച്ച് പോലും സമ്മതിക്കാൻ പറ്റത്തില്ല കമ്പയർ ചെയ്യാൻ. ഹലോ ഹലോ ഓഫീസർ ചന്ദ്രബോസ് സ്പീക്കിംഗ്. എന്താണ് പറഞ്ഞോ? അണ്ണൻ എവിടെയുണ്ട്? അല്ലെ പി ഡി എന്തിനാ നമ്മൾ വിളിക്കണേ? അണ്ണന് സുഖല്ലേ? പീഡിക്കാർക്ക് ഭയങ്കര കഴപ്പാ. കുറച്ച് ദിവസമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇത്. നമ്മളെന്തോ ടാർഗറ്റിംഗ് പോലെയാണ്. പീഡിന്ന് ദേവിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിചന്ത സാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മുടെ സംസാരിക്കല്ലേ? നല്ലവരാണ്. ഓരോ തെണ്ടികൾ പീഡിന്ന് വിളിക്കുന്നത്. ഹലോ അണ്ണാ ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേട്ടാ. പീഡിയിലാണ് ഇതെങ്കിൽ പീഡി നമ്മളിപ്പോ പീഡിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് വെച്ചിരിക്കുക. നമുക്ക് സംസാരിക്കാനേ താല്പര്യമില്ല. അണ്ണാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാ ഇനി ഇല്ലീഗൽ പരിപാടി വേണ്ട നമുക്ക്. അത് സാറിന് ഇഷ്ടപ്പെടൂല. ഞാൻ തീരുമാനിച്ചല്ലോ. സാറിന് ഇഷ്ടപ്പെടൂല. സാറിന് ഇഷ്ടപ്പെട്ടാലും എനിക്കൊരു കുഴപ്പമില്ല. സാറിന് ഇഷ്ടപ്പെടില്ലെങ്കിൽ സാറിനോട് നമ്മളൊന്ന് അടിക്കാൻ പറയാം. ഇന്ന് സാറിനെ അടിക്കും, എല്ലാവരും. ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. അതാ ആർക്കാ? ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. ചന്ദ്രബോസ് സാറിന് ഇഷ്ടപ്പെടൂല. ഓ അങ്ങനെ പറ കാര്യങ്ങള്. അങ്ങനാണെങ്കിൽ നമ്മൾ ഇല്ലീഗൽ പരിപാടി മാത്രമേ ചെയ്യുന്നുള്ളല്ലോ ഇനി ഇവിടെ. നിർത്തിക്കോണ കേട്ടോ. ഒന്നും നടക്കത്തില്ല. നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ ചെയ്ത് തടഞ്ഞു കാണിക്കാൻ പറ്റുമെങ്കിൽ നീ തടഞ്ഞു കാണിക്കാം. നമ്മൾ എന്നും ചെയ്യും. ഇപ്പൊ ചെയ്യാൻ പോകും ഇല്ലീഗൽ ആക്ടിവിറ്റി. ഞാൻ കൺസൈൻമെന്റ് വരാം അങ്ങോട്ട്. എങ്ങോട്ട്? കൺസൈൻമെന്റ് ഞാൻ നിർബന്ധം കളിക്കാം. ആരുടെ കൺസൈൻമെന്റ്? അല്ല അത് പറഞ്ഞില്ല. അയ്യോ, ഇന്നലെ വരെ നീ ഇങ്ങനെ അല്ലോടെ സംസാരിച്ചത്. ഇപ്പൊ നിനക്ക് അച്ഛന്റെ വിനയമാണല്ലോ ഭരചന്ദ്രൻ സാറിന്റെ അടുത്ത്. അച്ഛനെ പോലെ കാണുന്നത്. ഇത് പീഡിക്കുകയും അനക്കേട് വരുന്ന ഞാൻ ചെയ്തിട്ടില്ല. അച്ഛനെ പോലെ ഒരു ദിവസം നീ യൂണിഫോമിൽ കയറിയപ്പോഴത്തേക്കിന് നീ നമ്മൾക്കെതിരെ അങ്ങ് എന്തോ ഒലത്തിക്കളയാന്നുള്ള രീതിയായോ? നീ കാവലാണ് കാക്കി. ഓക്കെ. എന്നാ പിന്നെ നമ്മുടെ ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ ഗേറ്റിന്റെ അവിടെ നിൽക്കി കാവലായിട്ട്. ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ ലെഗസി എന്നൊക്കെ പറയുന്ന സാധനം ഒരു വാറടിച്ച് ജയിച്ചു എന്ന് പറഞ്ഞ് കിട്ടുന്നതല്ല. അതൊരു ലോങ് ടൈം പരിപാടിയാണ്. വീണ്ടും കോള് വന്നേ. നമ്മൾ കഥ ഡിസ്കണ്ടിന്യൂ ആയേ. കഥ നിങ്ങൾ എടാ ഒരു മിനിറ്റ്. എടാ കാർലോ എന്ന് വിളിച്ചോട്ടെ. ജില്ലാറ്റൊന്നുമല്ലേ കാർലോ? എവിടെ ഉണ്ട്? ഒന്ന് കാണണല്ലോ. മുതുക്ക് ബീച്ചിലുണ്ട്. മുതുക്ക് ബീച്ചിലായ? മുതുക്ക് എവിടേക്കുന്ന? ഞങ്ങളിതേ മുതുക്ക് ബീച്ചിന് തൊട്ടിപ്പുണ്ട്. 7014 7008 ബീച്ചല്ലേ? 70. ഞാനെന്താ ഇപ്പുറത്ത് ഇവിടെ തന്നെ. അതാ ഇപ്പൊ ഞാൻ ഇതിനടുത്തോട്ട് വന്നു. നോക്കിയേ അവരുടെ കണ്ടെയ്നർ പോലെ സാധനം കിടക്കുന്നുണ്ട്. ട്രെയിലർ അതിന്റെ ബാക്കില്. ട്രെയിലർ അത് റിപ്പയറിന്റെ അവിടെ അല്ലേ? അല്ലതാ കണ്ടു. ഹലോ. എന്താ കാരണം മൊത്തം പ്രശ്നങ്ങളാണല്ലോ. ഒയ്യോ മൊത്തം പ്രശ്നങ്ങൾ. ഒയ്യോ ഞാനാണ് സത്യം 3-4 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് വന്നോളൂ. ഇന്ന് വന്നോക്കിയപ്പോഴേക്കും മൊത്തം പ്രശ്നങ്ങൾ. എന്റെ പറ്റോ എന്തൊക്കെയാണ് ഇവിടെ സിറ്റിയിൽ നടന്നോണ്ടിരിക്കുന്നത്. എന്ത് മാറിയപ്പോഴേക്കും മൊത്തത്തിൽ തലയിരിച്ച് തലയിരിക്കണം. ഓപ്പോസിറ്റ് നിന്നോണ്ട് ഞാൻ പറയാ, ഒരു വട്ടം അടിച്ചിട്ടാ നിങ്ങള് പിന്നെ അതിന് തിരിച്ചെങ്ങനെയാ ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാനിപ്പോ അത്രേ പറഞ്ഞുള്ളൂ. നമ്മൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് കാണിച്ചിട്ട് മതി. ഡയലോഗ് അടി അതുവരെ നമുക്കൊന്നും വേണ്ട. അപ്പൊ അന്ന് ചെയ്ത് കാണിച്ചത് ചെയ്ത് കൊടുത്തേരെ. അന്നേരം പയ്യന്മാർക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അത്രേ ഉള്ളൂ. ഇപ്പൊ അവരുടെ ടൈമല്ലേ. അപ്പൊ അവര് അത് ആഘോഷിക്കട്ടെ. മറ്റേ തൂർണത്തം തീർന്നുകൊണ്ടാറാട്ടെ പറഞ്ഞല്ലേ, അവരിപ്പോ ആഘോഷിക്കട്ടെ. അവരുടെ ടൈമല്ലേ. ഇപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ള ഇതുകൊണ്ട് നമ്മളാക്കി. അതില് ഇനിയിപ്പോ സാഹചര്യം കൊണ്ട് നടക്കുന്നതല്ലേ. പിന്നെ ഇവര് 2-3 മാസം അതുവരെ നമ്മൾ ആദ്യമായിട്ടാണ് നോക്കുന്നത് എന്നുള്ളതാണ്. ഏത് ഗ്യാങ്ങാണെങ്കിലും നോക്കും. പക്ഷെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മള് ഇതേപോലെ പേടിച്ച് വളത്തിനുള്ളിൽ പോയിരിക്കുന്ന സ്വഭാവമല്ല. നമ്മളുള്ളവരെ വെച്ച് അടിക്കും. അത് അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ, അത് ഓക്കെ, നമുക്ക് മിസ്റ്റേക്ക് പറ്റി നമ്മുടെ ഇത് പറ്റി, അത്രേ ഉള്ളൂ. അത് നമ്മള് ബാക്കി നോക്കിക്കോളാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞോളാം. നമുക്ക് ഇനി അത് വെറുതെ ന്യായീകരിച്ച് അത് സിംപിളി അക്സെപ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതേപോലെ വേറെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് കുറെ കൊച്ചുവാണങ്ങൾ വന്ന് മെസ്സ് അടിക്കുന്നത് KV അടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരാറുണ്ട്.
ഞങ്ങള് 2 വട്ടം പൊഴിപ്പിച്ചതെന്ന് മറന്നുപോയി അവന്മാര്. ഇവരിപ്പോ ഇതേപോലെ തന്നെ പണ്ടത്തെ ഏതൊക്കെയോ എല്ലായിടത്തും കുത്തിപ്പൊക്കി ഫുൾ ആഘോഷമാണ്. അവരാശിക്കട്ടെ, അവരുടെ ടൈപ്പല്ലേ. ഇതിനൊക്കെ ഇതുണ്ടാവും. ഇത് കഴിഞ്ഞ് നമ്മള് മറ്റേ പണ്ട് പറഞ്ഞ പോലെ ഇഷ്ടം പോലെ സമയമുണ്ട്, ഇഷ്ടം പോലെ സമയം. ഒരു ഇതെന്ത് ഇങ്ങനെ നടന്നു പോകുന്ന തന്നെ. ഹലോ ഹലോ കീബോർഡ് പോലും തൊട്ടിട്ടില്ല. അവിടെ ആരും ഇല്ലല്ലോ. എന്താ ബഗ്ഗാണ്? എനിക്ക് എന്തോ ബഗ് പറ്റിയതാണ്. ഇതെന്താ ഇങ്ങനെ? ഞാൻ കീബോർഡ് തൊടുന്നില്ല. കാർലോ, ഞാൻ വന്നതെന്ന് പറഞ്ഞ എടാ ഇതെന്തൊരു കഷ്ട. ഹലോ ഞാൻ പോവാണ്. ഹലോ ഇത് നടന്നു. നമുക്ക് ഇരിക്കാം. ഇതെന്താ ഇങ്ങനെ? 700 എല്ലാവരും എനിക്ക് സത്യം ജോലി 25 അപ്പാപ്പനൊന്നും വരത്തില്ലെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പാപ്പനല്ല. കേരളാശം 17. കേരളം മൊത്തത്തിൽ പ്രശ്നമാണ്. കേരളാശം 17. കാർലോ, മറ്റേ ഇന്ന് ടർഫിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ ടർഫ് നിങ്ങൾക്ക് ഒരെണ്ണം ഇപ്പൊ ഹോൾഡിലുള്ളൂ. ഒരെണ്ണം നിങ്ങൾക്ക് അപ്പൊ വിളിക്കണ്ടേ? ഇല്ല, അത് ഇത് കിട്ടി. മറ്റേ കേസിൽ അത് നമുക്ക് തന്നെ കിട്ടിയത്. തിരിച്ചു കിട്ടിയോ? കിട്ടി. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഞാനോർത്തെ നിങ്ങള് 49 കാർഡ് 59 കാർഡ് തന്നായിരുന്നല്ലോ. അപ്പൊ തിരിച്ചു തരാൻ 18 കാർഡേ കയ്യിലുള്ളൂ. അപ്പൊ ബാക്കി എവിടുന്നേലും ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിട്ടാ നേരത്തെ വന്നത്. ഇല്ല നമുക്കത് വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിച്ചു അത് ഇനി എങ്ങനെ തരുമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. പിന്നെ നമ്മുടെ ഒരു ഗാങ് വണ്ടിങ് ഗാങ് ഹൗസ് വരുന്നുണ്ട് കേട്ടോ അടുത്ത ആഴ്ച. ഗ്യാങ് ഹൗസ് മാറ്റുവാണോ? ഗാങ് ഹൗസ് പൊളിച്ചു പണിയാ. പൊളിച്ചു പണിയാല്ലേ? ഡേറ്റ് കൺഫേം ആക്കി അടുത്ത ആഴ്ച. അതൊന്ന് ഒഫീഷ്യൽ ഡേറ്റ് ആക്കിട്ട് ഒന്ന് വരണ്ട്, ഇൻവൈറ്റ് ചെയ്യാൻ വരണ്ട്. ഇപ്പൊ പറഞ്ഞതുള്ളൂ. ഞങ്ങള് വിളിച്ചില്ലേലും വരുമല്ലോ കേട്ടോ. അത്രയുള്ളൂ. ലവനല്ലേടാ അത്? ജമാലു. പിന്നെ നമ്മുടെ ഗ്യാങ് വണ്ടിയും ഇതും വരുന്നുണ്ട്. നമ്മള് പഴയ ഹൈന മറ്റേ ഇതാക്കിട്ട് അതുപോലെ. പക്ഷെ നിങ്ങളെ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഡേറ്റും സാധനവും ഒക്കെ കൺഫേം ആയി. ഞങ്ങൾ ഇതുവരെ കൺഫേം ആയില്ല. ഒരു ശുഭപ്രതീക്ഷ ഞങ്ങളെ ഉടനെ തൂൺ വരുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഞങ്ങളുടെ സത്യത്തിൽ കഴിഞ്ഞ മാസമായിരുന്നു ദിവസവും, പക്ഷെ അത് പിന്നെ ഒരു മാസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇത് മറ്റേ സേക്കനൊക്കെ ചെയ്ത വണ്ടിയല്ലേ? നമ്മുടെ ചെയ്യുന്നത് 0 ഡിലേ ആണ്, പക്ഷെ ഫുൾ ഡിലേ. മൊത്തത്തിൽ ഡിലേ ആണ്. ആളെ വിളിച്ചിട്ട് പോലും കിട്ടണില്ല. പിന്നെ നമ്മള് ഇതാക്കിട്ട് കാര്യമില്ല. അത് സമയത്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ TV ഗ്യാങ് ഹൗസ് ആരെങ്കിലും ഉണ്ടോ? എടാ ശ്യാം ഡ്രേക്ക് ആരും നോക്കി. ജോക്കി കണ്ടില്ലെന്ന് ഞാൻ ഇന്ന് വന്നപ്പോ കണ്ടില്ല. ഞങ്ങളിന്ന് ആണല്ലേ? ഞാൻ ജോക്കിയെ കണ്ടില്ല. പിന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു തക്കുടുവാവയും കൂടെ, 2 കുടുംബത്തിലുള്ളൊരു തക്കുടുവാവ, കോമൺ തക്കുടുവാവയാണ്. വില്ലത്തിക്ക് ഒരു തക്കുടുവാവ വന്നായിരുന്നു. പെൺകുട്ടിയാണ്. അറിഞ്ഞില്ലേ? തിരക്കിലൊക്കെ നിക്കുക പുള്ളിയെ. മറ്റേ അതിന്റെ ഇതാണ്. പെൺകുട്ടിയാണ്. അത് 5 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാനൊന്നും പറ്റിയില്ല പുള്ളിക്കാരെ. അപ്പൊ 5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങാനൊക്കെ പറ്റുള്ളൂ. അതെല്ലാം കഴിയുമ്പോ വിളിക്കും എല്ലാരും. ഞാൻ ഇങ്ങനെ ചോദിച്ചു, ലൈവ് പറഞ്ഞോട്ടേന്ന് ചോദിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം. അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. അപ്പൊ കാർലോ, ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോവാ. ഞങ്ങള് ഈ കാർഡിന്റെ കാര്യം ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇല്ല, നമുക്ക് കാർഡിന്റെ ഇഷ്യൂ ഇല്ല. അതിന്റെ നിങ്ങളുടെ ഗ്യാങ് ഹൗസും 0 ഡിലേനാണോ ചെയ്യുന്നേ?
അല്ലല്ല അല്ലല്ല സെവൻറ്റി ഇത് എന്തൊരു കഷ്ടം. ഞാൻ തന്നെ നടന്നു പോണ്. ഇത് ഞെങ്ങി കിടക്കുന്നുണ്ടോ ഇല്ലില്ല. പറടാ ഈ ഈ ഞങ്ങിയിട്ടില്ല. ഈ കയ്യിലൊന്ന് ഇനി നോക്കി ചാടാത്തിന്റെ അല്ലടാ 700 MS ശരിയോ ശരിയായും തോന്നുന്നു. ഇല്ല അത് അറിഞ്ഞൂടാ. നോക്കാം. കാരണം ഞാൻ പോയിട്ട് വരാട്ടാ. പോയിന്റ് ഓക്കെ ഓക്കെ അപ്പൊ അവിടെ ഒന്നും ഇല്ല ഇവിടെ. 2 ടർഫല്ല മാക്സിമം നമുക്ക് ഇതാക്കാൻ പറ്റുള്ളൂ. അതെ അതെ 2 ടർഫ് വിളിക്കാൻ പറ്റത്തില്ലല്ലോ ഇനി. ഹലോ ഇല്ല ഇല്ല 2 ടർഫ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ നോക്കിയിരിക്കാം ആരെ വിളിക്കാതെ ഓക്കെ 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 കാരണം അപ്പൊ പോയിട്ട് വരാം. അണ്ണാ നിക്കുന്നതാ KVA 6 years കൊണ്ട് തോറ്റ വാറിനേക്കാൾ കൂടുതൽ ഈ കണ്ടികൾ 6 മാസത്തിൽ തോറ്റിട്ടുണ്ട്. അത് ഞാൻ എവിടെയും പറയാം. 75 അതൊരു സത്യം മാത്രമാണ്. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണത്. 6 വർഷം KVA തോറ്റത് ഇവന്മാർ 6 മാസത്തിൽ തോറ്റിട്ടുണ്ടാവും. ലെഗസിയെ വെറും തോന്നലാടാ നിനക്കൊക്കെ അതൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന്റെ സമയം കഴിഞ്ഞ്. അല്ലെങ്കിൽ ഇനിയൊരു നിനക്കൊക്കെ അത് പറയണമെങ്കിൽ ഒരു 5-6 വർഷം ഈ ഗ്യാങ് ഇങ്ങനെ നിലനിർത്തി നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതായത് ഇതുപോലെ പീക്കാക്കി കൊണ്ടുപോകാൻ പറ്റണം നിനക്കൊക്കെ ആ ലെഗസി കിട്ടണമെങ്കിൽ. അല്ലാതെ ഒരു വാറ് ജയിച്ചു എന്ന് പറഞ്ഞൊന്നും ലെഗസി കിട്ടാൻ പോണില്ല. അത് മനസ്സിലാക്കണം. ഒരു പയ്യനുണ്ട്. ഞാൻ ഇത് കണ്ടോ? ഞാൻ ഒന്നും തൊട്ടിട്ടില്ല. അണ്ണനല്ലേ ഓടിക്കുന്നത്. അണ്ണനല്ലേ ഓട്ടോ ഓടിക്കുന്നത്. എടാ ആ സാധനം ഒന്ന് മാറ്റി കൊടുക്കും. ഞാൻ തൊട്ടിട്ടില്ല ഇതില്. ഹലോ ഇട്ട് തന്നെ അണ്ണന് ഇന്ന് ഡിമൺ ആകാശത്തിരിക്കുന്നേ എന്തിട്ട് ഡിമൺ ആകാശത്ത് അഡ്മിനെ പിടിച്ചിരിക്കുന്നേ അണ്ണനെ പറ്റിക്കുന്നതായിരിക്കും ടീമിനുണ്ട് ബാക്കിൽ. എടാ ഈ വണ്ടി നിക്കൂല. ഹലോ ഇല്ലടാ വണ്ടി നിക്കുന്നില്ല. ഈ വണ്ടി നിക്കുന്നില്ല. എടാ ഇത് എന്ത് പറയണ ഇത്? കളികളാണ് ഇത് അഡ്മിനാണോ? ഒരു കിഡിൽ ട്രിക്കുണ്ടോ? എടാ ഇതെന്റെ കീബോർഡ് പോയതാണോ അഡ്മിനാണോ ഇത്? അണ്ണ ഞെക്കുന്നതിന്റെ ഓപ്പോസിറ്റ് പോകുന്നതാണോ? എന്തോ പ്രശ്നം? അത് കീബോർഡിന്റെ ഒരു ചാൻസ് ഉണ്ട്. ഇത് ഞാനല്ല ബ്രാവോ ഗെയിമിംഗ്. ഇങ്ങനെ പോകുന്നു. വണ്ടി നിക്കുന്നില്ല. ഇത് ഏതിലും അഡ്മിൻസ് ആണോ? ഹലോ ബ്രോ ഏതിലും അഡ്മിൻസ് ആണെങ്കിൽ ഞങ്ങക്ക് ഇതിന് പോണം. മറ്റേ ഇതിന് പോണം. ഒന്ന് നിർത്തുവോ? നിർത്തിയോ? ഹലോ 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 ആരാ ഇതാരാ? ഓസി പറഞ്ഞോണ്ടേന്നോ? ഹലോ ഹലോ ഞാൻ താങ്ക് യുടാ. ഞാനിപ്പോ മുറുക്കെ കണ്ടിട്ട് ബാക്കിൽ ഓടിയായിരുന്നേ. വണ്ടീനെ ബാക്കിൽ ഓടിയത് കണ്ടില്ല. എടാ അതെ വണ്ടി വേറൊരാളുടെ കൺട്രോളിലാ, എന്റെ കൺട്രോളിലല്ല. ആ നേബലിനോട് പ്രതിദിനം ചെയ്തിട്ട് ബാക്കിൽ ഓടിയതായിരുന്നു. ആണല്ലേ? എടാ ഞാനൊരു ചെറിയ പരിപാടിയിൽ നിൽക്കും. ഞാൻ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? ആ ഓക്കെ താങ്ക് യു. ഇത് ആരാടാ എന്റെ വണ്ടി കൺട്രോൾ ചെയ്യണേ? അല്ല അഡ്മിൻസ് ആരും അല്ലടാ. സീറ്റ് മാറി വേറെ ആർക്കെങ്കിലും ഓടിക്കാൻ പറ്റുന്നുണ്ടോ? ഇട്ടായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഇട്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് കണ്ണ് ട്രാക്കർ ആ അണ്ണാ അത് ഭൂകമ്പം വെള്ളപ്പൊക്കം എല്ലാം ആയിരുന്നു. അടുത്ത ചാവത്ത് പോലും ഇല്ലായിരുന്നു. കഴിവറ മീഡിയം ചെയ്തപ്പോഴും ഒന്നും ഇല്ലായിരുന്നു. സുബ്രഹ്മണ്യൻ
വന്നിട്ട് ഒരു ഫ്രണ്ടിലൊരു ബോംബ് ഇടും. മിസൈൽ ഒന്നും വേണ്ട അണ്ണാ ഒരു മഞ്ഞോണ്ട് വിടുമ്പോ എടാ, ഇതൊക്കെ എന്റെ തലയിൽ എങ്ങനെയാടാ കറക്റ്റ് ആയിട്ട് വരുന്നേ? എടാ, ദേ പോണ് ഇവൻ. എടാ സുബ്രപ്പുൺ ഹാക്കർ ചെയ്യുന്നതെന്ന് അറിയാൻ ആണോ? ഇത് സുബ്രു ആണോ? കഴിഞ്ഞ ദിവസം കൊണ്ടുവരാറുണ്ടായി സാധനം. എടാ സുബ്രു ആണെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ ഒരു ബോംബ് ഇട്ടേ. ഇവിടെ 2 ബോംബ് ഇട്ടേ. ആ പീടി വണ്ടിയുടെ മണ്ടയ്ക്ക് ഒരു ബോംബ് ഇട്ടേ. ദാ ഇവിടെ 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 ബോംബ് സുബ്രപ്പുണ്ട. ഇവൻ വണ്ടി ഓടിച്ചോണ്ട് പോവാടാ. ഇവൻ ഇപ്പോഴും നമ്മുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കട്ടെ. പൊട്ടിക്കണേ, വേഗം പൊട്ടിക്കണേ, ഡിലേ ഒന്നും ഇല്ലാത്ത. സത്യം പറയണ കീബോർഡ് ദേവൂട്ടന്റെ കയ്യിലല്ലേ? ഞാൻ എന്നെ കൊണ്ട് പറ്റും, മരത്തടിച്ചിരിക്കും, വേഗം വാ. നിന്റെ ഒരു ഇമ്പ്രായത് ഏമ്പാ ഞാൻ റോഡിൽ ഇറക്കട്ടെ എങ്ങനെയല്ലേ? ഇത് നോക്കണേ. കീബോർഡ് ഒരു കൈ പിടിച്ചേ. കണ്ടാ വണ്ടി കണ്ടാ റിവേഴ്സ് എടുത്തട്ടാ. കണ്ടാ കണ്ടാ എന്റെ വയർലെസ് പോലും അല്ല കീബോർഡ്. കണ്ടാ തന്തയിലാരിയല്ലേ ഇവനൊക്കെ കാണിക്കുന്നത്? നമ്മളല്ല പീടി വേണ്ടി ഹൈജാക്ക് ചെയ്തതാ. പീടിനെ വേണ്ടി എടാ അവന്റെ എങ്ങനെയല്ലോ പീടി വണ്ടി പിടിച്ച് മേടിക്കടാ. ഹലോ ഹലോ വണ്ടി ഓടിക്കണം. എടാ നിങ്ങൾ വെളിയിലിറങ്ങി വേറൊരു വണ്ടി എടുക്ക്. നിങ്ങൾ വെളിയിലിറങ്ങി വേറൊരു വണ്ടി എടുക്ക് പെട്ടെന്ന്. അല്ല അണ്ണൻ വണ്ടി തുറക്ക്, ഞങ്ങളെ പിടിച്ചപ്പോരേ. എടാ ഞാൻ വണ്ടി ഇറക്കാം. കീബോർഡ് കുത്തിട്ട് ഒരു മിനിറ്റ്. എനിക്ക് വണ്ടി ഇറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് അനങ്ങാൻ പറ്റില്ല. അവിടെ ഉണ്ട് സാധനം വേണ്ട. ഞാൻ കേറി. പീടി വണ്ടി നമുക്ക് വേണം. അത് അർജന്റ് ആയിട്ടാ. ബ്ലൂ ബ്ലൂ ആണോ അത്? എടാ എന്നെ ഇത് ഓടുന്നു. ഹലോ ഞാൻ പറയാൻ നിക്കുവാണേ. ഇത് ആരാ പുറകെ തോളത്തിരിക്കുന്നത്? നിന്റെ ശബ്ദം മാറിയാ? ബൈക്കില്ല. ഇവിടെ ഇരുന്നാണ്. ഇത് കേറാനും പറ്റുന്നില്ല ഇപ്പം. ഹലോ അണ്ണ അടിക്കുന്ന ആര്? ആരും ഫയർ ചെയ്ത് ബാക്കിൽ അല്ല ഡിമണല്ല ബാക്കിൽ ഹലോ സ്റ്റീവ് നീയാണോ? ഞാനല്ല ഡയറി ഇതിനകത്ത് കേറി ഇരിക്കാൻ സ്ഥലമില്ല ഇനി. ദിവൻ കേറി, ദിവൻ കേറി, പിടിച്ചാ. എക്സിലറേറ്റ് ആവും. എനിക്ക് അറിഞ്ഞൂടാ. പീടി വണ്ടി എവിടാണ്? നീ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചോ എനിക്ക് ഹെൽപ്പ് ഗെയിം ബഗ് തോർത്ത് പറയാൻ എന്റെ അടുത്ത് എനിക്ക് പച്ച തോർത്തിട്ട് ഞാൻ ഉണ്ടെന്താ റൈബില് വെച്ച് പിടിപ്പിച്ചോ നീ. ഇതെന്താ ഇങ്ങനെ പോണ? ഹലോ ഞാൻ പിടിക്കുന്നു. എനിക്കാണെ കൂടെ പിന്നീട് കൊണ്ടാണ് അടിച്ചു പോണേ. ഹലോ നമുക്ക് ആ പീടി വണ്ടി ആവശ്യമുണ്ടോ? ഒന്ന് പെട്ടെന്ന് വരുമോ? എവിടെ വള്ളിയാണോ ബ്രോ? നീ എവിടെ? ടിവിഎസ് ആയിട്ട് തോറ്റിട്ടാണ് അമ്മമാരുടെ ഡയലോഗ്. കണ്ടിയൊന്നും കണ്ടിയല്ലടാ എവിടാ മതി. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി വീണ്ടും വീണ്ടും എനിക്ക് അത് സംസാരിച്ചോണ്ടിരിക്കാൻ വയ്യ. ചെക്ക് പിങ് പിങ് ആണെങ്കിൽ എങ്ങനെ ഓട്ടോമാറ്റിക് മൂവ് ആവുന്നേ? ഞാൻ ആലോചിക്കുന്നേ. അവനെ കിട്ടിയോ? അവനെ കിട്ടിയോ? പീടിയിലാ നിക്കുന്നവര്. പീടിക്കകത്ത് കൊടുക്കല്ലേ കൊടുക്കല്ലേ പറ. ആ വണ്ടി വേണം. ആ വണ്ടി വേണം. നമുക്ക് ആ വണ്ടി വേണം. പീടിയെടുത്തൊന്ന് മാറി. പീടിയെടുത്തൊന്ന് മാറാൻ പറ പെട്ടെന്ന്. പെട്ടെന്ന് വണ്ടി പെട്ടെന്ന് വണ്ടി പെട്ടെന്ന് വണ്ടി വണ്ടി എല്ലാരും കൂടെ ഇറക്കില്ലേ? പെട്ടെന്ന് വണ്ടി വണ്ടി ആ വണ്ടി നമുക്ക് ഒരു അത്യാവശ്യമാണ്. എടാ എടാ ആരുടെ വണ്ടി എടുത്ത് പോയേ?
ആരോ പോയണ്ണാ കേറി കേറി ഇവിടെ എനിക്ക് കേറാൻ പറ്റുന്നില്ല. എടാ ഒന്ന് മാറി ഇരിക്കില്ലേ, ഇരിക്കില്ലേ. അണ്ണൻ കയറി അണ്ണൻ കയറി അണ്ണൻ കയറണ എന്റെ ക്യാരക്ടറിനെ വേറെ കൺട്രോൾ. മെനു ഒന്ന് മാറ്റിട്ട് കൊടുത്തു. ബ്രോ എന്റെ ക്യാരക്ടറിനെ വണ്ടിയല്ല വേറെ ആരോ കൺട്രോൾ ചെയ്യണ്. ഞാൻ നോക്കിയോട്ടെ. എടാ അവനെ ചേസ് ചെയ്യാൻ പോയില്ലേ? ഹലോ എല്ലാരും കേറിട്ടാണ് വണ്ടിയില്. റീലോക്ക് അടിച്ചു കഴിഞ്ഞാ റീലോക്ക് ഓൾറെഡി അടിച്ച്. അത് പേടിയാണോ? നോട്ട് ഫണ്ണി. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? തമാശയല്ലേ ഇത്? ഇതാരും ചെയ്യണല്ല. MRC ആക്കട്. ഓ അതിനുള്ള കഴിവൊന്നും അവന്മാർക്കില്ലടാ. അതിനുള്ള കഴിവൊന്നുമില്ല. അതൊന്നും എന്തായാലും ഞാൻ അവരുടെ തലയിൽ നടത്തില്ല. ആ ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ അവരെ ഞാൻ പറയുമോ? ഇതവരല്ല. ഇത് ബുദ്ധിയുള്ള ആരോ ഇതിനൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഹാക്കായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് തലയിൽ ബ്രെയിൻ ഉള്ളവർക്ക് അത് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതവരല്ല. എന്റെ അടുക്കളൊന്നും അടിക്കല്ലേ ഞാൻ പറഞ്ഞൊക്കെ അടിച്ചെന്നിരിക്കുക 700 ഞാൻ ഇടിക്കുന്നില്ല. അവനാണ് നമ്മളെ ഇടിക്കുന്നത്. ഞാൻ ഇടിച്ചോണ്ടിരിക്കുന്നില്ല. അഡ്മിനാണ് അവനാണ് നമ്മളെ ഇടിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ ഇതൊന്നും. ഞാൻ ഇടിച്ചോ നേരെ എന്താ അതാ ഞാൻ പറഞ്ഞത് എന്റെ പിയോവിൽ അവനെ ഇടിക്കുന്നത്. കൺട്രോൾ തിരിച്ചു കിട്ടിയല്ലോ അണ്ണാ. എന്താ പറ. എടാ അവന്റെ അടുത്ത് മര്യാദക്ക് വണ്ടി തരാൻ പറ. മര്യാദക്ക് വണ്ടി എന്തെങ്കിലും ഇടിച്ചിടുക നിന്നെ. ആ വണ്ടിക്കകത്തോ? അമ്മാർത്തും ചോദിച്ചു എന്താണ് അവന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന്. പറയുന്നേ അവൻ വണ്ടിക്കകത്ത് അഡ്മിനൊന്നും അല്ല. നമുക്ക് ഈ വണ്ടി കിട്ടിയ എടാ അമ്മാരത്ത് പറയടാ നമുക്കൊരു ആവശ്യത്തിന് വണ്ടി ഒന്ന് തരാന്. വണ്ടി ഒന്ന് തരാൻ ഒരു ആവശ്യത്തിനാന്ന് പറഞ്ഞു നോക്കടാ. ഇവിടെ തരണില്ലേ? എന്താ കേസ് എന്തിനാണ് ഇവിടെ? കൊണ്ട് കേടുന്നതിന് മുമ്പ് അവനെ എവിടെ ഇടിച്ച് കേട്ടറാ. MS ഉള്ള ഒരാൾ ഓടിക്കാൻ അറിയാം. ഞാൻ ഓടിക്കാം. ഞാനിപ്പോ ശരിയായി ഇല്ലേ ഒരു പ്രശ്നമില്ല. ഞാൻ നോക്കിക്കോളാം. 700 MS ഉള്ള ഒരാൾ എങ്ങനെ വണ്ടി ഓടിക്കാൻ ഞാൻ കാണിച്ചു തരാം. വണ്ടി എന്താ എന്റെ അവനാണ് നമ്മളെ ഇരിക്കുന്നത് കേട്ടോ. നീ അല്ല അവനെ അങ്ങോട്ട് വിടല്ലേ. ബ്രോ മുട്ടായി വല്ല മനസ്സിൽ തരാം. നിക്ക് എന്തോ പറയുന്നത്. എന്തോ പറയുന്നേ. ഹലോ ഇവിടെ ഓപ്ഷനിലൂടെ തുടങ്ങി. എല്ലാത്തൊരു മണ്ണാച്ചി ഏതോ മൊണ്ടാറാ ജയ്സോടെ കൊണ്ട് നിർത്തിരുന്ന എടുത്തു തോന്നുന്നു പെണ്ണാച്ചി മോൻ. എടാ ഞാനൊരു കാര്യം പറയട്ടെ. ഈ വണ്ടിയെ ഇത് പീഡിയുടെ വണ്ടി തന്നെയല്ലേ ഇത്? ഇവനാണോ വണ്ടി ഓടിച്ചേ? മഞ്ഞ 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 ഈ മഞ്ഞ ഏത് മഞ്ഞ? എടാ നിന്റെ ഹലോ കേക്കാവോ? വാ തുറക്കുവോ? ഹലോ വാ തുറക്കോ? കേക്കാവോ ബ്രോ? കേക്കാവോ ബ്രോ? വണ്ടി ഒന്ന് നിർത്താൻ പറഞ്ഞ ഒന്ന് തരാൻ പറഞ്ഞ ഒന്ന് തന്നൂടെ? നിങ്ങളുടെ കൂട്ടുകാരൻ ചുമ്മാ കൊറേ ആവശ്യമില്ലാത്ത തെറിയും അടിച്ചിട്ട് ആര്? വണ്ടിനകത്തിരുന്ന ആള്. വണ്ടിക്കകത്തിരുന്ന ആളോ? വണ്ടി നിർത്താൻ പറഞ്ഞോണ്ടല്ലേ അവിടെ എടുത്തോണ്ട് പോയതല്ലേ? അപ്പൊ നിർത്തിക്കൂടെ? എന്നോട് പറഞ്ഞത് കേട്ടായിരുന്നു. അടിച്ചിടാൻ തന്നെ ബ്രോ രഹസ്യം പറയുന്ന പോലെ എനിക്കൊന്നും കേൾക്കുന്നില്ല ബ്രോ പറയണേ. ഉറക്കപ്പറ ബ്രോ. സത്യമാ പേസറ ബ്രോ. ഇപ്പൊ ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇല്ല ബ്രോ ഞാൻ പറയാണ്.
കേക്കാം കേക്കാം. ആ കേക്കാം പറഞ്ഞു. ഗ്യാങ്സിന്റെ ബാക്കിലുണ്ട് വണ്ടി. വണ്ടിക്കകത്ത് കയറിപ്പോ അപ്പൊ തന്നെ വണ്ടീന്ന് ഇറങ്ങുന്ന കണ്ടി അടിച്ചിടുന്ന കണ്ടി ഇതാണ് പുള്ളി എന്നോട് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് കൈഷുലിന്റെ സമ്മേളനം മര്യാദ സംസാരിക്കാൻ അറിയാത്ത ആളോട് എന്തിനാ തുടക്കത്തിൽ മര്യാദക്ക് സംസാരിച്ചപ്പോഴാണല്ലോ മര്യാദ ബ്രോ മര്യാദക്ക് സംസാരിച്ചപ്പോഴല്ലേ വണ്ടി എടുത്തോണ്ട് പോയത്? റോഡ് കൂട്ടത്തിലുള്ള ആളോട് ബ്രോയോട് ഞാൻ വന്നത്. നിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിലോട്ട് എത്തിയത്. എന്നിട്ട് അവിടെ എത്തി നമ്മൾ വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്കും ബ്രോ വണ്ടി എടുത്തോണ്ട് പോകും. ബ്രോ നമ്മൾ ഓൾറെഡി ബ്ലൂനെ വിളിച്ചിട്ട് പറഞ്ഞാണല്ലോ നമുക്ക് ആ വണ്ടി ഒന്ന് വേണം, ഒരു സിറ്റുവേഷൻ വേണ്ടിയിട്ടാണ്. ബ്രോക്ക് എപ്പോ ചവിട്ടി നിർത്തിയില്ലേ? വണ്ടി മതിയെന്ന്. അപ്പൊ അവൻ കേക്ക് കണ്ടിട്ട് കളിപ്പിച്ചു. ബ്ലൂ ഒന്നും പറഞ്ഞില്ല. നമ്മള് ബ്ലൂവിനോട് പറഞ്ഞ അവിടെ പറയുന്നുണ്ടോ? വണ്ടി പക്ഷേ ഹലോ നിങ്ങളുടെ ആള് അങ്ങനെ എന്നിട്ട് ഗ്യാങ് ഹൗസ് ഒന്ന് ചെക്ക് ചെയ്യണല്ലേ? വിളിച്ചിട്ട് വന്നാണ് അവൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അവൻ എന്തൊരു പറയുന്നത് ഗ്യാങ് ഹൗസ് ചെക്ക് ചെയ്യണ്ടേ? ഒരേ കാര്യം തന്നെയല്ലേ ബ്രോ പറഞ്ഞത്. ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ കൂടുതലുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നു. ആ ഗ്യാങ് ഹൗസിനകത്ത് നിന്റെ പേടിക്കൊക്കെ കേറാൻ പറ്റുമെങ്കിൽ ഒന്ന് കേറി നോക്ക്. അണ്ണാ എനിക്കൊന്നും ഇഷ്ടമല്ല. എടാ നിന്നെയും കത്തിക്കും, നിന്റെ ഭരചന്ദ്ര സാറിനെയും കത്തിക്കും, എല്ലാരും കൂടെ കൂട്ടി പറിക്കാൻ ഗേറ്റിന് മുമ്പിലിട്ട് കത്തിക്കും. എന്നാ നല്ലൊരാളായിട്ട് കാണാനാണ് എന്റെ ആഗ്രഹം. അന്ന് സറണ്ടർ ചെയ്യണമെങ്കിൽ ജയിലിട്ടിട്ട് സറണ്ടർ ചെയ്യണമെങ്കിൽ ജയിലിട്ടിട്ട് എന്നെ നന്നാക്കാൻ എന്നെ അങ്ങനെ നീ നന്നാക്കണ്ട. നീ എന്നെ അങ്ങനെ നന്നാക്കണ്ട. അതൊക്കെ ജില്ലയിലെ മോഹൻലാല്, ഇത് പരുന്തുവാസു, മനസ്സിലായ? പരുന്തുവാസിനെ നന്നാക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് നന്നാക്കി കാണിര്. അപ്പൊ ഞാൻ വാറിനായിട്ട് വരാം. വാ വാറണ്ടായിട്ട് വാ. എടാ ഒരു വണ്ടി എടുത്ത് നമുക്ക് ഇതിന് പോണം. വാ വാ വാ. എന്താടാ ഉസ്മാനെ? എടാ അല്ല ഉസ്മാൻ അല്ല, ജമാല് ഇപ്പൊ വരാം. ഞാൻ ഒരു ഓപ്ഷൻ ഉണ്ട്, പോയിട്ട് വരാം. ആ വിളിക്കാം, നീ എന്റെ കെട്ടിയോളാന്നില്ല. എന്താ വീഡിയോ എടുത്തോണ്ട് പോയില്ലോ. ഞാൻ അവന്റെ വണ്ടി എത്ര കണ്ടീന്ന് പോകാൻ പറയാം. അത് തിരുവിളിയാണെന്നോ. അവനെ വിടറാ. അവനെന്തോ ഇംഗ്ലീഷില് ഇടയ്ക്ക് അവന്റെ ഒന്നാമത്തെ കാര്യം അവന്റെ ബൈക്കിനകത്തൊന്നും ഒന്നും കേൾക്കുന്നില്ല. അതവിടെ കിടന്നോളൂല്ലേ? മല്ലു ബേബി അഡ്മിനാണ്. അഡ്മിനൊക്കെ ഇതില് വിസിയില് ചുറ്റി കളിക്കുമ്പോ എല്ലാരും ഗ്യാങ് അല്ലാത്തൊരു സിറ്റിസൺ അല്ലാത്തൊരു ഗ്യാങ്, അത്രേ ഉള്ളൂ. നമുക്കെങ്ങനെ അറിയാം അഡ്മിനാണെന്ന്? നെറ്റിൽ പിന്നെ എന്റെ സർവറാണ് ഫുഡും വെള്ളവേ. MRC-നെ അടി ഇങ്ങനെ സ്പാം ചെയ്തോണ്ടേ ഇരിക്കുക. പറ്റത്തില്ല കണ്ടി ഞാൻ സ്പാം ചെയ്യട്ടെ തിരിച്ച്. എന്തൊക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? സുഖം. ഫുഡ് കഴിച്ചോ? ഞാൻ ഫുഡ് കഴിച്ചിട്ടാണല്ലോ ഇവിടെ. ഞാൻ ഇന്ന് നേരത്തെ ഫുഡ് കഴിച്ചായിരുന്നു. സുഖം പോരാ, അത് മഴയൊക്കെ ആയതുകൊണ്ട് നിന്റെ കഴപ്പാണ് നിന്റെ. അതൊക്കെ അത് ആ സുഖത്തെ പറ്റിയല്ല ഞാൻ ചോദിച്ചത് നിന്റെ അടുത്ത്. ഇതൊരു ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു, നന്നായിട്ട് പോകുന്നു എന്നാ ചോദിച്ചത്. ഇല്ലടാ എല്ലാ ഓരോരുത്തന്മാർക്ക്. അണ്ണാ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോ ഒരു ട്രിപ്പ് കൂടെ പോകേണ്ട വരും. കാരണം ഇതിന്റെ പ്രത്യാഘാതം നാളെ തൊട്ട് ഞാൻ അനുഭവിക്കണം. ഇന്ന് ഞാൻ വന്നിരുന്ന് പറഞ്ഞതിന്റെ ഒക്കെ മനസ്സിലായോ? എനിക്ക് വണ്ടി കുറവാണ്. ആകെ 3-4 പേരെ വന്നുള്ളൂ കേട്ടാ. എടാ 3 പേർക്ക് കേറാൻ പറ്റത്തുള്ളേ. 3 പേർക്കേ പറ്റുള്ളൂ.
ഹലോ ആ ഹലോ കേറിക്കോട്ടെ. ഹെൽമെറ്റ് വരണേ ഓ. കേറിക്കോളൂ. റേഡിയോ 223 ആണേ. 223 അല്ലേ? ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഒരു പ്രതീക്ഷ. നോക്കാം. ആ ഉണ്ട്. ഓക്കെ ഓക്കെ വരൂ വരൂ. നമ്മളെ സ്ഥിരം വരുന്നതായതുകൊണ്ട് പേര് ഓൾറെഡി മാറ്റിയിട്ടുണ്ട്. അതറിയാം, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ ഓക്കെ ഓക്കെ. ഹോട്ട് ബാറിന്റെ ഗണ്ണ് മാറ്റണേ. ഗണ്ണേ ഇല്ല കയ്യില്. ആണല്ലേ? ഗണ്ണ് മാറ്റി. പെട്ടെന്ന് കേക്ക് എന്തെങ്കിലും ഗുണം പറഞ്ഞാൽ എനിക്ക് കയറി അടിക്കണ്ടേ? ഒറ്റയ്ക്ക് വന്നുള്ളൂ? ആ അല്ലല്ല, രണ്ടുപേരുണ്ട് പേര്. പോലീസാണോ? മെമ്പേഴ്സാ ലീഡർ മാത്രമല്ല ആണല്ലേ? എടാ കോ ലീഡർ മാത്രമേ അത് നമുക്കൊരു ബോണ്ട് ട്രിപ്പ് ആക്കിയാലോ? നിന്റെ കൂടെ സമാധാനത്തിന് വേണ്ടിട്ടാ ട്രിപ്പ് പോകണം. നിന്റെ കൂടെ പോകാൻ താല്പര്യമുള്ള കണ്ടി ജോസൂട്ടിയെ. ഹലോ, ടർഫൊക്കെ അടിച്ചെടുത്തെന്ന് പറഞ്ഞു. അടിച്ചിട്ടില്ല, അത് പോയി നമ്മളായിരുന്നു. വീണ്ടും FRP ഓ, അത് സോണിന്റെ ഉള്ളിൽ അടിച്ചിട്ടേ, അതങ്ങനെ പോയി. 3200 രൂപ കാർഡായിട്ട് പോയി. 32 കാർഡല്ലേ? 31 കാർഡ്, 31. നമ്മളൊരു 59 കാർഡ് കടത്തില്ല. KVയുടെ കടം മേടിച്ചില്ലേ കഴിഞ്ഞ ടർഫ് എടുത്തത്? ഓ, കാർഡില്ലേ ഇപ്പൊ ഇനി? 18 കാർഡുണ്ട്. ടർഫുണ്ടല്ലോ, നിങ്ങൾ എത്ര ടർഫുണ്ട് ഇപ്പൊ? 2 അപ്പൊ ഇനി എനിക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ കുഴപ്പമില്ല, ഇനിയിപ്പൊ നിങ്ങൾ ഡിഫെൻഡ് ചെയ്താടും. ഇനി അറ്റാക്ക് ചെയ്യാൻ നോക്കട്ടെ. കാർഡെല്ലാം വേണേ പറഞ്ഞേ, 18 ഉണ്ട് നമ്മുടെ. ആ 18 ഞാൻ പഠിച്ചോളാം. തിരിച്ചു തരണം, KV കൊടുക്കാവോ? തരാ അല്ലേ, നമ്മുടെ ഈ ആരെയും വിളിക്കാൻ അങ്ങനെ കാണാൻ ചാൻസ് ഇല്ല. ഒന്നാമത്തെ ആളില്ലല്ലോ, എല്ലാരും യുദ്ധത്തിലാണല്ലോ. അതെ. നമ്മള് മാത്രമുള്ള അപ്പൊ നിങ്ങളെ ICP ആരും വിളിക്കാനുണ്ടോ ഇത്തവണ? എന്താ വിളിക്കാനാണോ അത്? അതാണ് പറയുന്നത്, നമ്മള് അവിടെ കാട്ടാണല്ലോ. അതിന്റെ വിളി നമുക്ക് റെഡി അടിക്കാം. അറിഞ്ഞൂടാ, കഴിഞ്ഞോട്ടന്മാരെ വിളിച്ചില്ല. ക്യാപ്ഷൻ ബ്രോ, താങ്ക് യു സോ മച്ച്. ഇന്ന് വേറെ കോലീഡേഴ്സ് ഒന്നും ഇതല്ല. നമ്മുടെ ഒരു കോലീഡറെ മറ്റേ എപ്പോഴും പോയിട്ട് മറ്റേ പീഡിക്കാരുടെ സാമാനത്തെ പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അവന്. ചന്ദ്രബോസ് അറിഞ്ഞൂടെ? അവനപ്പം പണിഷ്മെന്റ് ആയിട്ട് 2 ദിവസം പീഡിക്ക് വേണ്ടി കളിക്കണം. അപ്പൊ ഇന്ന് പീഡി പോയേക്കും ആള്. അവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. പീഡിയെ കണ്ടിന്യൂസ് ആയിട്ട് ഉപദ്രവിച്ച പണിഷ്മെന്റ് ആയിട്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ കഷ്ടപ്പാട് മനസ്സിലാക്കണം. ഉണ്ട്, സിറ്റിയിലുണ്ട്. ഹലോ ഹലോ, ഞങ്ങളെ അകത്ത് വെച്ച് കേട്ടില്ല. കേട്ടത്തില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ. ഒന്ന് ഒരു 3 പേർക്ക് കയറാൻ ഇല്ലടാ, ലീഡറിനും ലീഡറിനെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ വന്ന് പറഞ്ഞേ. കേക്കിന് വല്ല ഞാൻ കേക്ക് വഴി ചോദിക്കട്ടെ. എന്താ ജോസി ചോദിച്ചേ? അല്ല, ജീവിതമൊക്കെ എങ്ങനെ പോണോന്ന്. ഓയ്, ഇങ്ങനെ പോവാൻ സമാധാനം ഇല്ല. ഓ, മൊത്തത്തിലൊരു സമാധാനം ഇല്ലാഴികയാണ് ഇപ്പൊ. എങ്ങനെ പോണ ജോസഫിയുടെ ജീവിതമൊക്കെ? അതങ്ങനെ കുഴപ്പമില്ലാതെ ഓളത്തിലേക്ക് പോണം. ഇന്നലെ വാറുണ്ടായിരുന്നല്ലേ? ഇന്നലെ ഇല്ലായിരുന്നു, EVX ആയിട്ട് മെനഞ്ഞാന്നായിരുന്നു. അല്ല, EVX ആയിട്ട് ഇന്നലെ ആയിരുന്നു. പ്രീ വാറിലായിരുന്നോ വാറിലായിരുന്നോ നിങ്ങള് ലാസ്റ്റ് 2v2 എന്തോ വന്നേ? അത് എന്തോ ഷോർട്സ് എന്തോ കണ്ടോ? പക്ഷെ കൊള്ളായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ക്ലോസ് ആയിട്ടുള്ള വാറൊക്കെ ഭയങ്കര ചുരുക്കമാ കാണുന്നത്. ടെൻഷൻ അടിച്ചൊക്കെ ഇല്ലാതായി. നിങ്ങളുടെ ഫേവറേറ്റ്സ് ആയിട്ട് നമുക്ക് റെഡി ഉണ്ടായിരുന്നു. എന്ത്
അത് പെരിയാട്ടമായിരുന്നല്ലേ? ഓ എല്ലാരും അവന്മാരെ കഴിയാൻ ഞാൻ പറഞ്ഞില്ല എല്ലാം അങ്ങ് തീർത്ത് കൊടുത്ത് എല്ലാവരും ഒരേ തരത്തിൽ പറയണോക്കി. വിളിച്ചു തുടങ്ങി മീനൂട്ടി മോൾ വാസം ആദ്യം ഏതൊക്കെ ടർഫുകളോ ആരുടെയൊക്കെ കയ്യിലാണെന്ന് ആദ്യം പറയാം. ഫസ്റ്റ് ടർഫ് ഡേവിസ്, അത് KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. വാസന വിളിക്കുന്നു. ഹലോ അതും KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ഈസ്റ്റ് വിം അത് TVA, റാഞ്ചോ അതും TVA തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. സൈഫർ ഇത്രയും ടർഫുകളുടെയാണ് നോഷന്റെ കൂടെ. എന്തോ എല്ലാ പരിപാടിക്കും എല്ലാ ഫ്രെയിമുള്ള ആൾക്കാരെയും കൊണ്ട് നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല അവരെ. ഇല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ. ഇന്ന് കോഹ്ലിയുടെ സാരം അവൈലബിൾ അല്ല നമ്മുടെ. ഒരാളുടെ ഒരു മെമ്പർ വിളിക്കേറ്റ് കുഴപ്പമില്ല, പക്ഷെ ബാക്കിയുള്ളടത്ത് ഓക്കെ ഞാൻ അവരോട് പറയാം. ആണ് KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. എടാ ആക്കിൽ ഒരാൾക്ക് വരാം കേട്ടോ, ഒരാൾക്ക്. ആദ്യമായിട്ട് DJയോട് ഒരു റെസ്പെക്ട് തോന്നി. ബി കെയർഫുൾ TV. എന്താണ് കൊച്ചുള്ള സ്കൂൾ വിട്ട് വരുന്നുണ്ടോ? പെട്ടെന്ന് പറയണേ, ലൈവ് ഓഫ് ചെയ്യാനാ. ഇതിപ്പോ ഏത് ടർഫ് വിളിക്കുന്നേ? ഇത് ഡേവിസ് KV ഉള്ളൂ. KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. ആർക്കും വേണ്ട കേട്ടോ, 10-11 പോണത്. ഞാനൊക്കെ വിളിച്ചത് 35 80-90 ഒരു ടർഫ്. ഡേവിസ് ആണ് KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. T47 13 സെക്കൻഡ് കോൾ. ആരും വിളിക്കുന്നുണ്ടോ? ആർക്കും ടർഫ് ഇതൊന്നും വേണ്ടടാ. ഫസ്റ്റ് ടർഫാണ്. AJ14 വിളിച്ചിരിക്കുകയാണ്. T47 50 വിളിച്ചിരിക്കുന്നു. T47 15. T47 15. പോയിന്റ്സ് കാണൂല. 15 കോൾ. ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലല്ലോ. അത് ശരി. 15 സെക്കൻഡ് കോൾ. ആരും വിളിക്കുന്നുണ്ടോ? ഡേവിസ് ആണ് KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. T47 15 തേർഡ് കോൾ. ഇത്രയും ഗ്യാങ് ഉള്ളോടെ ഇവിടെ. T47 ഡേവിസ്. T47 മുമ്പിലോട്ട്. T47 കണ്ടുകൾക്ക് എങ്ങനെ കാർഡ് കിട്ടി? ഇവന്മാര് സിറ്റി പോലും കേറാറില്ല. ഇവന്മാര് ടർഫ് വിളിച്ചിട്ടില്ലല്ലോ ഇതിനു മുമ്പ്, അധികം വിളിക്കാറില്ലല്ലോ. മണി ടർഫ് ഡിഫെൻഡ് ചെയ്ത് വെച്ചിട്ട് ഇവന്മാര് കുറെ നാളായിട്ടുള്ള പോയിന്റ് മൊത്തം ഇവന്മാരിലുണ്ട്. ഇവന്മാരെല്ലാം അത്യാവശ്യം കാർഡ് ഉണ്ടാവും. സെക്കൻഡ് ടർഫാണ്. 30 ഗ്യാങ് ഉണ്ടാണോ? ഇത് ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യടാ? ഹോൾഡ് ചെയ്യുന്നത് KV ആണ്. ഇവിടെ വേറെ ആർക്കും ടർഫൊന്നും വേണ്ടേ? നമ്മൾ 4 ഗ്യാങ് അല്ലേ ഉള്ളു ഇവിടെ. അതെ, വേറെ ആരും വിളിക്കണ്ട, പിന്നെ അങ്ങോട്ട് അടിച്ചു കളിക്കാലോ. TBS 11 ടീംബർക്കിലാണ് KV ആണ് ഹോൾഡ് ചെയ്യുന്നത്. AJ12 വിളിച്ചിരിക്കുന്നു. ഞാൻ സത്യം പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഈ ടർഫ് എന്നൊക്കെ പറയണത് നമ്മുടെ സിറ്റിയില് ഒരു ഗ്യാങ്ങിന്റെ ഒരു പവർ കാണിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സാധനം. ആക്ടിവിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതായത് നമ്മള് അല്ലാതെ ഞാൻ കഴിഞ്ഞ ആഴ്ച KV അടിച്ചായിരുന്നു, ഞാൻ BCSനെ ഞങ്ങൾ 5 വട്ടം പിടിച്ചു വെച്ച് അടിച്ചായിരുന്നു. അതല്ല ഗ്യാങ് അച്ചീവ്മെന്റ്സ് എന്നൊക്കെ പറയണത്. സിറ്റിയില് ഈ പറയണത് പോലെ ഇങ്ങനത്തെ കുറെ ടർഫ്, ഇങ്ങനത്തെ ഇതൊക്കെയാണ് ശരിക്കുള്ള സംഭവമാണ്. മനസ്സിലായ? ഇതൊന്നും പാർട്ടിസിപ്പേറ്റ് പോലും ചെയ്യണില്ല ഒരുത്തനും ഇപ്പൊ ഇവിടെ. നോക്ക്, നമ്മൾ TV, TJ, TBS, KV, T47 ഇത്രേ ഉള്ളു. ദേ അവൻ പരിപാടി കഴിഞ്ഞു, എവിടെ പോണ്? സിറ്റി ഇറങ്ങാൻ പോവാണ് അവൻ. T47 ഗ്യാങ് ഹൗസിന്റെ വെളിയിൽ ഇറങ്ങിയാൽ മറ്റേ ശിഖണ്ഡി PP കാരണം തല്ലുള്ളൂന്നും അറിയാവുന്നവർക്ക്.
അവർക്ക് എന്താ സിഗറാവടാ പാടാ. അടുത്ത ടർഫ് ഈസ്റ്റ് വി ആണ്. ഹോൾഡ് ചെയ്യുന്നത് ടിവി ആണ്. ഈസ്റ്റ് വി ഈസ്റ്റ് വി ഈസ്റ്റ് വി ആഗ്രഹമുണ്ട് ടൈമെടുത്ത് കോൾ ചെയ്തത് ടിവി ആണ്. TBS 11. നിങ്ങൾ കേറ്റ് വിളിക്കില്ലെങ്കിൽ ഞാൻ വിളിക്കട്ടാ. റാഞ്ചോ ഒക്കെ ഏതാണ്? ഞങ്ങളുടെ ടർഫാണ് റാഞ്ചോ. ഞങ്ങളുടെ അതേതാണ് നമുക്ക് അറിഞ്ഞു. ഞാൻ ഇതിൽ കണ്ടിട്ട് പോയില്ല സാധനം. എത്ര കാണുന്നത്? ഓടികളല്ല എത്രയായിരുന്നു? TJ12 വിളിച്ചിരിക്കുകയാണ്. നൈസായിട്ട് എടുത്തോണ്ടോ സമ്മതിക്കില്ല കേട്ടാ. അടുത്ത ആഴ്ച ആട്ടാടാ. നമ്മൾ ഈ ആഴ്ച ആയിട്ട് പോട്ടാ. ഒരു സേർ ഞാൻ തരും. TBS സെക്കൻഡ് കോൾ വിളിക്കുന്നുണ്ടോ? 15 ഞാൻ വിളിച്ചേ 16 ആണ് വിളിച്ചത്. 16 TBS 20 East 5 25 Thunder East 25 നമ്മളല്ലേ ഉള്ളൂ. റാഞ്ച് അടിക്കാം. കുഴപ്പമില്ലടാ. TV ആണ്. നമ്മളത് കളിച്ചിട്ട് പോട്ടെ. 25 ഫസ്റ്റ് കോൾ അവന് മുറകാല് കയറി ഇരിക്കും. അവനെ പിടിച്ചു 26 TBS വിളിച്ചിരിക്കുകയാണ്. വിളി വലിയ കാട് 5 കളി ചെയ്യും. 28 TBS വിളിച്ചിരിക്കുകയാണ്. 28 TBS വിളിച്ചിരിക്കുന്നു. എത്ര 39 ഫോൺ എടുക്കാനൊന്നും പറ്റണില്ല. 39 എന്നാ കേട്ടത്. 39 TJ വിളിച്ചിരിക്കുകയാണ്. ഈസ്റ്റ് 5 ഓപ്പോസിറ്റ് TV ആണ്. 29 TJ ഹലോ ഞങ്ങൾ ഓപ്ഷന് നിൽക്കും. ഓപ്ഷൻ ഇപ്പൊ കഴിയും. വെയിറ്റ് ചെയ്യും. ഓപ്ഷന് നിൽക്കോ? വെയിറ്റ് ചെയ്യും. കാലിന്റെ 29 ലാസ്റ്റ് കോൾ TJ വേഴ്സസ് TJ ഈസ്റ്റ് 5. നമ്പർ ഒന്ന് മുമ്പോട്ട് പറഞ്ഞേ. കാട് കിട്ടിയോ? കിട്ടി. 15 അടി കണ്ടു. ലെറ്റ്സ് ഗോ. അതാ പറഞ്ഞ എന്താ കേട്ടില്ല? കാടില്ല കയ്യില്. ഞാനോർത്ത് നമ്മളെ സീരിയസ് ആയിട്ട് പറഞ്ഞായിരിക്കും. അടുത്തത് റാഞ്ചോ ആണ്. 29 അതും കൊണ്ടിരുന്നത് TV തന്നെ. റാഞ്ചോ ആണ്. അതും ഹോൾഡ് ചെയ്യുന്ന TV ആണ്. അപ്പൊ TV വേഴ്സസ് TJ ആണ് അടുത്ത. റെസ്പെക്ട് BD. ഒരു റെസ്പെക്റ്റും ഇല്ല. അവരെ തള്ളക്ക് വിളിക്കലോ ഇത്. റെസ്പെക്റ്റാ. റാഞ്ചോ ഇതാണ് ചുളുകുലു പറഞ്ഞത്. മറ്റവരെ ഫസ്റ്റ് കോൾ TBS 11 ചോദിച്ചു വന്നവർക്ക് വിളിക്കാൻ പറ്റുമോ? TV വേഴ്സസ് TBS റാഞ്ചോ. എത്ര നമ്പർ മുമ്പോട്ട് പറഞ്ഞു?
നമ്മളെ അല്ലേ ജോസിറ്റി വിളിക്കാൻ പോലും ആരും ഇല്ലാതെ 11 കാർഡിനൊക്കെ റാഞ്ചോ കൊണ്ടുപോയി അവര്. കൊണ്ടുപോയോ കാലമാണന്മാര്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എടാ നിന്റെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞില്ല, നിങ്ങൾക്ക് ഇപ്പൊ ആദ്യം റാഞ്ചോ കളിച്ചാ 10-15 കാർഡ് സേവ് ചെയ്തേതാ. അതുകൊണ്ടല്ല ഞാൻ നാളെ തന്നെ നിങ്ങളായിട്ട് മാറുക കേട്ടാ. അല്ല ഈ അറ്റാക്കിങ് വിളിച്ച് ഏതെങ്കിലും ഒരു ഗെറ്റ് വിളിക്കാറുണ്ട്. ഇതുവരെ വന്നത് ഒരു ടർഫ് മറ്റേ ഒരു ഫ്രീ ഉണ്ടോന്ന് വെച്ചേക്കാനെ ചോദിക്കട്ടെ. അപ്പൊ നമ്മള് ആരും വിളിക്കല്ലേ, നമ്മൾ വേണേ ഫ്രീ ആയിട്ട് വിളിക്കാം. വെറുതെ കിട്ടുന്നത് കൊണ്ടുപോകാൻ നിൽക്കുന്ന ആളുകള്. കിട്ടുവാണെങ്കിൽ കൊണ്ടുപോയാലോ. അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഹലോ ഇതിപ്പോ ഇവിടുത്തെ എല്ലാ ഗാങ്സും മസ്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു സംഭവല്ലേ. ആള് വന്നോണ്ടില്ലല്ലോ. അപ്പൊ ഒരു ടർഫ് കൂടെ ബാക്കിയുണ്ട്. വിളിക്കാൻ ആർക്കെങ്കിലും അവസരം, നമുക്കൂടെ അവസരം തരാമെങ്കിൽ നമ്മള് വിളിക്കാറ്. അതെന്താ കേക്ക്, നമ്മള് വരുന്നുണ്ടല്ലോ കേക്ക്. ഇവരാരും വരാത്തത് നമ്മുടെ പ്രശ്നമല്ലല്ലോ. നമ്മൾ ഇത്രയും സമയങ്ങളൊക്കെ വന്നിട്ട് ഇവന്മാർക്കൊക്കെ വരാത്ത എന്താണെന്നാണ് നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ന്യൂട്രലൈസ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാം. പോലെ ചിലപ്പോ ഒരു ടഫ് അടിക്കാൻ കിട്ടും പോലെ. അതില് ക്യാൻസൽ ആക്കി പറയുന്നുണ്ട്. ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് അടിക്കാം. ഇതെന്ത് സംഭവം? ഇതിട്ട് വിളിച്ചിട്ട് ഒന്നും കിട്ടാനില്ല, റിവാർഡും ഇല്ല, ഒന്നുമില്ല. അതാണ് ഈ നമ്മുടെ ലോയാലിറ്റി പോയിന്റ്സ് കളയാന്നല്ലാണ്ട്. നീ ഒരു ടർഫ് വിളിച്ചെടുത്തല്ലേ, നീ ഫ്രീ കിട്ടുന്ന നോക്കിയിരിക്കുമല്ലോ ജോസൂട്ടി ദേവി. എന്തായാലും ഇന്നോ നാളൊക്കെ ഉള്ളി റേഡിയോയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല. ശരിയായി. ഫോട്ടോ എടുത്തിട്ട് പോയാലോ ഈ ടർഫിന് ഇതിന്. ഒരു കാര്യം സജഷൻ ഉള്ള വെച്ചാല് നമ്മൾ ഈ ഓപ്ഷൻ നമ്മൾ ഇത്ര ടൈം എടുത്ത് വരുന്നപ്പോ ഒന്ന് എല്ലാവരോടും പങ്കെടുക്കാൻ എന്ന രീതിയിൽ എന്തെങ്കിലും ആക്ഷൻ ക്ലാസ് എടുത്തെടുത്താൽ കൊള്ളാമായിരുന്നു എല്ലാവരും. പിന്നെ പ്രധാന ഒരു കാര്യം ഇതിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ആരും വരത്തില്ല. മെയിൻ ഇപ്പൊ തോന്നണ വരുന്ന ആൾക്കാർ വിളിക്കുന്നവർക്കൊന്നും റിവാർഡ് ഒന്നും ഇല്ല. അതാണ് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവർക്കൊന്നും ഇല്ലാണ്ട് എന്തിനാണ് വന്നിട്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനൊന്ന് ഒരു ആക്ഷൻ എത്രയും പെട്ടെന്ന് നല്ലതായിരുന്നു. ഇത് ചുമ്മാ വിളിച്ചെടുത്ത് നമ്മളെ ടൈപ്പ് ഒക്കെ ഇട്ടിരുന്നതിന് ഒരു കാര്യമില്ലാത്ത രീതിയിലാണ് സത്യം പറഞ്ഞത്. കാരണം പിന്നെ ഇത്രയും കാർഡുകൾ നമ്മൾ ഇത്ര നാൾ ഹോൾഡ് ചെയ്തതിനുള്ള റിവാർഡ് സത്യം എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടണം. എന്നാലേ കിട്ടുന്നില്ല. അതുകൊണ്ട് അല്ല പണ്ടാണെങ്കിൽ ഒരു സേഫ് സോൺ ഇതാക്കുമായിരുന്നു. സിറ്റുവേഷൻസ് എല്ലാം ഒന്ന് സേഫ് സോൺ ആകുമ്പോൾ ഗാങ്സ് എല്ലാം TJ വേണ്ട, സിറ്റുവേഷൻ വന്നാൽ കൊണ്ടുപോകണം. ബ്രോ നമ്മൾ ആരുടെടുത്തും ഫ്രണ്ട്ലി ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഫ്രണ്ട്ലി ഉണ്ടെങ്കിൽ അത് KVA മാത്രമാണ്. ഇവരോട് സംസാരിക്കുന്നു എന്ന് വിചാരിച്ച് സിറ്റുവേഷൻ എടുക്കാതിരിക്കത്തില്ല. ഇവരുടെ കൂട്ടത്തിൽ ആരും ചിലപ്പോൾ നാളെ സിറ്റുവേഷൻ ആകുമ്പോൾ ഞാനും ജോസൂട്ടി ആയിരിക്കും ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണം പറയാൻ പോണത്. ഞങ്ങൾക്ക് എന്റെ ഒരു അഭിപ്രായം പറയാം. വേറെ കണ്ടികളെ പോലൊന്നും അല്ല. ഇവന്മാരുടെ കൂട്ടത്തിൽ ഒരു സിറ്റുവേഷൻ ഒരുത്തിനെ എടുത്തെന്ന് അറിഞ്ഞാൽ ഇവന്മാര് ഡ്രോപ്പ് ചെയ്ത് പോകില്ല. ഇനി എത്ര ലോ ഗൺ പവർ ആയിട്ടുള്ള സമയമായിരുന്നെങ്കിൽ പോലും പ്ലേയേഴ്സ് ഇല്ലാത്തപ്പോഴാണെങ്കിൽ പോലും ഇവന്മാര് അന്തസ്സായിട്ട് സിറ്റുവേഷൻ എടുക്കാറുണ്ട്. അല്ലാതെ വന്ന് കുനിഞ്ഞു നിന്നിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് വന്ന് അങ്ങനെ കുനിഞ്ഞു നിന്നിട്ടില്ല TJ. അത് ഞാൻ പറയാം എല്ലായിടത്തും. TJ അങ്ങനെ വന്ന് കുനിഞ്ഞു നിന്നിട്ടില്ല ഇപ്പോഴത്തെ കണ്ടികളെ പോലെ. ഇവര് അറ്റ്ലീസ്റ്റ് സിറ്റുവേഷൻ എടുക്കും. ലിസ്റ്റ് ഒരു സെക്കൻഡ് കേക്ക് ഇവിടെ തന്നെ നിൽക്കണം പോലെ. ജുഗ്രു ഞാൻ പറയുന്ന പോലെ നിന്നേക്കണം.
ഇവ 100 വട്ടം ഞാൻ പറഞ്ഞാടാ, ഞാൻ കേക്ക് 4-5 ദിവസമായി ഞാൻ സിറ്റിയിൽ വന്നിട്ട്. എടാ സീരിയൽ നമ്പേഴ്സ് എല്ലാം നിന്നെ ഞാൻ 5 ദിവസം മുമ്പ് ഏൽപ്പിച്ചതല്ലേ, ഞാൻ കേക്കയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തൊരു ഉത്തരവാദിത്വമാണ് നിനക്ക്? ഇതാണ് ഉത്തരവാദിത്വം ഒരു ഗ്യാങ്ങിന്റെ? അത് പയ്യന്മാരല്ലേ, പ്രായത്തിന്റെ ഒരു നീ റീസൺ എന്താന്ന് വെച്ചാ പറഞ്ഞേ കേക്കട്ടെ. എനിക്ക് പനി പനിയായിരുന്നു കേക്ക്. ആശുപത്രിയിലായിരുന്നു നീ? ആശുപത്രിയിലായിരുന്നു കേക്ക്. നാളെ കൊടുക്കൂടാ? നാളെ കൊടുത്തില്ലേ നിനക്ക് സസ്പെൻഷന്റെ കാര്യത്തിൽ ഞാൻ അപ്രൂവ് ചെയ്യാൻ പറയേ. ഓക്കെ, നാളെ തന്നെ തരാം. കേട്ടില്ല? പിന്നെ കൺസൈൻമെന്റ് വേണം. നമുക്ക് പറഞ്ഞ സെറ്റ് ചെയ്ത് തന്നായിരുന്നു, കൊള്ളായിരുന്നു. 3 ആഴ്ച എന്നെ പറഞ്ഞു പഠിപ്പിക്കുന്നു. അല്ല ഇല്ല, ഇത് നമുക്ക് കൺസൈൻമെന്റ് കുറച്ച് അർജന്റ് ആയിരുന്നേ. കേക്ക് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ വിട്ടുന്ന പുതിയ കണ്ണിന്റെ സീരിയൽ നമ്പർ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് തരാം. അയ്യോ ഇല്ല, ഇത് ഉടനെ തന്നെ തരാം. അങ്ങനെ വിചാരിച്ച് ഞങ്ങളുടെ കൺസൈൻമെന്റ് മാറ്റി വെക്കരുത്. പിന്നെ വേറെ കാര്യം, ഇന്നലെ കൂടി ചന്ദ്രൻ പറഞ്ഞത് 10-400 എണ്ണുണ്ടെന്നാണ്. ചന്ദ്രൻ നമ്മുടെ കൂട്ടത്തിലല്ല കേക്ക്. ഇപ്പൊ ചന്ദ്ര പീഡിയില. ഇപ്പോ ചന്ദ്രന് പണിഷ്മെന്റ് ആയിട്ട് പീഡിക്ക് വേണ്ടി സേവനം എന്തൊക്കെ പറഞ്ഞ പീഡിക്കാര് കൊണ്ടുപോയി കൊണ്ടുപോയി. കേട്ടില്ല? കേക്കയുടെ സൗണ്ട് കിട്ടോട്ട് പോകുന്നു. ഞാനും ജോക്കിയും കൂടിയാ പോയെന്ന്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം അവൻ കള്ളം പറയണതാ. ഓ എന്നുള്ള ലിസ്റ്റ് ഒന്ന് വേഗമാക്കുകയാണെങ്കിൽ നമുക്ക് നാളേക്ക് സെറ്റാക്കാം. മീറ്റിംഗ് ഉണ്ടോ ചിലപ്പോ നാളെ മറ്റന്നാ? മറ്റന്നാക്കുള്ളിൽ എല്ലാം സെറ്റാക്കി കയ്യിലെത്തിച്ചിരിക്കും. ഇവന്റെ വൈഫ് പ്രഗ്നന്റും ആണ്. അത് അവ ആശുപത്രി പോയാണ് പനി പിടിച്ചത്. ഒരു കൺഗ്രാചുലേഷൻസ് പറ കേക്ക്. വൈഫ് ആരായിരുന്നു? ഹലോ എന്റെ നല്ലത് ഞാൻ കൂടാൻ പറ്റ പാടാ. എനിക്കറിയാം എന്തിന് സ്കൂളിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് സ്കൂൾ ഓപ്പൺ ആവാൻ പറയാൻ വേണ്ടിട്ട്. അതാ സ്കൂൾ ഓപ്പൺ ആണോ ക്ലോസ് ആണോ ഒക്കെ ഒരേപോലെ. ആകെ 3 പിള്ളേരാണ് അവിടെ പഠിക്കുന്നത്. അതിൽ 2 പേര് തന്നെ ഇവരുടെ എന്തൊക്കെ വിളിച്ചാണ് നടക്കുന്നത്. അതിൽ ആകെ ഒരു കമ്മിറ്റ്മെന്റോടുകൂടി ആ സ്കൂളിൽ ഡെയിലി പോണത് സൂര്യബോസാണ്. അത് കഞ്ഞി കിട്ടുമെന്ന് പറഞ്ഞ് അതും അതിന് കൊടുക്കാറില്ല. പിന്നെ കൊക്ക്, കുരങ്ങൻ, കൊളയട്ട, മരപ്പെട്ടി, മലയോന്ത്, അങ്ങനെ കുറെ സാധനങ്ങൾ. ഇത്രയാണ് ആകെ ആ സ്കൂളിലുള്ളത്. കൊക്കിനൊക്കെ വെടിവെച്ച് കൊന്നു കാണാനില്ല. കൊക്കിനെ കാണാറില്ല. ചെല്ലുമ്പോ പോകുമ്പോ കൊളയട്ടയും മറ്റേ ഇതിനെയെല്ലാം കാണാറുണ്ട് ഞാൻ, മറ്റേ കൊരങ്ങനെയും ഒക്കെ. ബാക്കിയുള്ളവന്മാരുടെ ഒന്നും അനക്കവും ഇല്ല, ഒരു പിടുത്തവും ഇല്ല. എവിടെയാണത്? TVA ഫ്രസ്ട്രേഷൻ വിത്ത് MRC ഗ്രോത്ത്. ഇതാണ് ഇപ്പൊ നടക്കുന്നത്. പിറ്റി ഓൺ TVA ഫാൻസ്. അപ്പൊ ഇത് മറക്കണ്ട, നാളേക്ക് ലിസ്റ്റ് ഉറപ്പായിട്ടും. ലിസ്റ്റ് കിട്ടിയ അപ്പനെ വിളിപ്പിക്കാം. ഡോക്യുമെന്റ് ആയിട്ട് ഞാൻ തന്ന സാധനം നീ അതേപോലെ കൊടുത്താ മതി. ഇല്ലില്ല, എടാ എവിടെ വെച്ചിരിക്കുന്നത്? ഇത് ഗ്യാങ്ഹൗസിലാ വെച്ചിരിക്കുന്നത്. ഞാൻ പോയി എടുത്തിട്ട് വിളിക്കട്ടെ കേക്ക്? ഇന്ന് തന്നെ തരായിരുന്നു. എന്നാ ഞാൻ എടുത്തിട്ട് വിളിക്കാം കേക്ക്. ഒരു 5 മിനിറ്റിൽ ഗ്യാങ്ഹൗസിലെത്തും. ശരി, ഓക്കെ. 400 കണ്ണുണ്ട് എല്ലാം കൂടെ. 400 കണ്ണുണ്ടോ ശരിക്കും? 300 കണ്ണുണ്ട്. ബ്ലോക്ക്.
ഇതൊക്കെ നമ്മുടെ വരാണോ? വണ്ടി അൺലോക്ക് ചെയ്യോ? ഞങ്ങളെ ജസ്റ്റിന് കൊണ്ടുപോയാ കേട്ടോ. ആര്? നമുക്ക് അതിന്റെ അകത്തോട്ടൊന്ന് കേറാൻ ശ്രമിച്ച അകത്ത് ആ അമ്മരെ പിടിച്ച് പുറത്തിടുവേ. ഞാൻ സ്കൂബയിലായിരുന്നു, ഇവൻ മാത്രം ഷർട്ട് വരിയത്. ഞാൻ അപ്പുറത്തുനിന്ന് മുഖം കൂടിയിട്ട് ഇവിടെ വന്ന് പൊങ്ങിയത്. നിങ്ങളെ നീന്തി കയറുന്നവരെ പിടിക്കാനാണോ അവിടെ നിർത്തിയേക്കുന്നേ? അടി വന്നിരുന്ന് കിടക്കില്ലായിരുന്നു, പിടിക്കാനാ വന്നേ. ഇപ്പൊ ഇതൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി പറയണതല്ലേ? ഇല്ല, നിങ്ങളൊക്കെ വീട് ഒക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി പറയണതാ. എനിക്ക് ഇപ്പോഴും ടെക്സ്ചർ വന്നിട്ടുണ്ട്. നിന്നെക്കാളും വലിയ കണ്ടികൾ ഇവിടെ നോക്കിയിട്ടുള്ളതാ, മനസ്സിലായ? എന്നിട്ടൊന്നും നടന്നിട്ടില്ല. പിന്നെയാണ് ബ്രോ അറ്റ്ലീസ്റ്റ് ടി.വി ഒക്കെ ഉള്ളത് ഒരു ഗിഫ്റ്റഡ് ഓഡിയൻസ് അല്ല, അതെങ്കിലും മനസ്സിലാക്കും. ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ച ആരാധകരും മറ്റേ കമ്മിറ്റ്മെന്റ് ഉള്ളവരൊന്നും അല്ല ടി.വി ഒക്കെ ഉള്ളത്. നിനക്കൊന്നും ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം നിന്നെയൊക്കെ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾ വന്നിട്ട് നാളെ തൊട്ട് നമ്മളിത് തുടങ്ങുക എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ കാണിച്ചു കൊടുത്ത സാധനത്തിന് വേണ്ടി കുരയ്ക്കുക നിങ്ങളൊക്കെ. അല്ലാതെ നിങ്ങൾ ഒരു ഗ്യാങ്ങിനെ ഫോർമേഷൻ സ്റ്റേജ് തൊട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് മറ്റേ ഇതാക്കി വന്നതല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ വന്ന് പറയുന്നു അടുത്തതാ ഈ 35 പേരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവര്, ഇനി തൊട്ട് ഇവരാണ് നിങ്ങൾക്ക് കാര്യമുള്ള ആൾക്കാർ എന്ന് നിങ്ങളെ ബ്രെയിൻ ഫീഡ് ചെയ്തതാ. മനസ്സിലായ? നിങ്ങളെ ബ്രെയിൻ ഫീഡ് ചെയ്തതാ. ആ ബ്രെയിൻ ഫീഡിലാണ് നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അത് തെറ്റാന്ന് ഞാൻ പറയണില്ല. പക്ഷെ ടി.വി അങ്ങനെയല്ല. ടി.വിക്ക് ഈ പറയണത് പോലെ നമ്മൾ ഒരു ബ്രിക്ക് ബൈ ബ്രിക്ക് ഓരോരുത്തരെ സോർട്ട് ചെയ്ത് നമ്മൾ ഫോം ചെയ്തൊരു ഗ്യാങ്ങാണ്. അപ്പം നിങ്ങൾക്കത് ഇന്നലെ വന്ന് നിങ്ങളോട് ഞാനിത് എക്സ്പ്ലെയിൻ എത്ര ചെയ്താലും നിനക്കൊന്നും അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എനിക്ക് വേറെ ഈ പറയുന്ന ആൾക്കാരുടെ ഗ്രോത്തിൽ ഫ്രസ്ട്രേഷൻ അങ്ങനൊന്നും ഇല്ല. അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമുക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് ഫീൽ ചെയ്യണം. എനിക്കത് തോന്നിയിട്ടില്ല. എനിക്കത് ഇതുവരെ തോന്നിയിട്ടില്ല. ടു ബി ഹോണസ്റ്റ് എനിക്കത് ഇതുവരെ തോന്നിയിട്ടില്ല. തൊപ്പി ആർപ്പി കളിച്ചപ്പോ പോലും എനിക്കത് തോന്നിയിട്ടില്ല. പിന്നെയല്ലേ നീയൊക്കെ തൊപ്പി ആർപ്പി കളിച്ച സമയത്ത് പോലും എനിക്കൊരു കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. എന്റെ വ്യൂവേഴ്സ് എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു 12,000-13,000 പേര് എന്റെ ഇതില് എപ്പോഴും ഉണ്ടാവും. അപ്പൊ എനിക്ക് കോമ്പറ്റീഷൻ ആയിട്ട് തോന്നാത്തിടത്തോളം കാലം എങ്ങനെയാണ് എനിക്ക് ഈ പറയണ പോലെ ഇതാക്കാൻ? എന്ത് കോമ്പറ്റീഷൻ ബ്രോ? എനിക്കൊരു കോമ്പറ്റീഷനോ? വെറുതെ ചിരിപ്പിക്കല്ല എന്നെ. ഞാൻ ഇപ്പോഴും പറയാം, ഇത് വ്യൂസിന്റെ അഹങ്കാരം ഒന്നും അല്ല. ഞാൻ 6-5 വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണത്, മനസ്സിലായ? അത് അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരുത്തം വന്ന് എന്തെങ്കിലും പറയുമ്പോൾ പോത്തില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ വ്യൂവർഷിപ്പ് ഞാൻ നിന്നെയൊക്കെ ഒരുപാട് അങ്ങനെ പറയുമല്ല. അതാദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് എനിക്ക് ഫ്രസ്ട്രേഷൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെയൊക്കെ കണ്ടികളെ ഇപ്പം ഈ കോപ്പിറൈറ്റിന്റെ കാര്യം നീ ഈ സംസാരിക്കാൻ MRCക്ക് വേണ്ടി സംസാരിക്കാൻ വന്ന നീയൊക്കെ കോപ്പിറൈറ്റിന്റെ ഇതിൽ ന്യായീകരിക്കുന്നുണ്ടോ? കോപ്പിറൈറ്റിന്റെ കാര്യത്തിൽ ന്യായീകരിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ എന്തേലും പറഞ്ഞായിരുന്നു MRCയെ ഈയിടെ? ഞാൻ ഒന്നും വിട്ടില്ല. ഞാൻ എൻ്റെ കാര്യം നോക്കി പോയതാ. ഞാൻ ഒരു 3-4 ദിവസം ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ അതിലൊക്കെ പോയി. അവിടെ വന്നപ്പോഴും എന്നെ വിട്ടില്ല. അവിടെ വന്നപ്പോഴും ഈ പറയണത് പോലെ ഗെയിമിന്റെ പേരിൽ നീയൊക്കെ കൊണ്ണാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, എന്നാലും ഞാൻ വിട്ടു. എന്നിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരുത്തിന്റെ ചാനലും വെളിയിൽ വെച്ച് കളിക്കാന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ എന്താ പറയണം? ഈകളോ ഇതിനൊരു എൻഡില്ല. എത്ര നാളായി മണ്ടന്മാര് കിടന്ന് ഉണക്കുന്ന ലൂപ്പാണല്ലോ ഇത്. ബ്രോ ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. എന്ത് ചെയ്യാനാ ബ്രോ? അതിന്റെ കൂടെ കുറെ തന്തയില്ലാത്ത മെമ്പേഴ്സിനെയും കൂടെ എടുത്തു വെച്ചാൽ പിന്നെ എങ്ങനെയാണ് ഇത് നന്നായിട്ട് പോകുന്നത്? ഇതൊന്നും ഒരിക്കലും നന്നായിട്ട് പോകത്തില്ല ബ്രോ. ഇതൊന്നും ഒരിക്കലും നന്നായിട്ട് പോകത്തില്ല. ഇതിന്റെയൊക്കെ മനസ്സിൽ ഈ ഫ്രസ്ട്രേഷൻ കിടക്കുക. ഇനി ഒരുത്തനായിക്കട്ടെ കോപ്പിറൈറ്റ് വണ്ടിയോ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെയിലാണ് യന്ത്രം. ല്ലേ എന്റെ വന്നില്ലേ? എന്ത് വരാത്ത? ഹാപ്പി ബർത്ത്ഡേ റെഡി PL ആയോണ്ടാന്ന് തോന്നുന്നു വരാത്തത്. ഇപ്പൊ വന്നത്. എന്നിട്ട് ഞാൻ 2 വട്ടം വീണ്ടും അടിച്ച്. ആർക്കും നോക്കണ ഇത് എടാ, എനിക്കിത് ഡെയിലി സംസാരിക്കണമെന്ന് ഒരു താല്പര്യമില്ലടാ. പോയിട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോ ഇങ്ങനെ എന്തെങ്കിലും കുണ്ണത്തരം കാണിച്ചു വെക്കും.
അപ്പം പിന്നെ മെമ്പേഴ്സിന് ഇതെല്ലാം ബാഡ് ആവുമ്പോ ഇത് പറയാതിരിക്കാനും പറ്റത്തില്ല ബ്രോ. എന്ത് ചെയ്യാൻ പറ്റും? KV അല്ലേ അവൻ? അണ്ണാ വാസണ്ണ ആ പറയടാ. എത്ര കണ്ടുണ്ടെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ ടോട്ടൽ എത്ര കണ്ണുണ്ടെന്ന് നോക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ 200 സംതിങ് ആയിരുന്നു. 150 ChatGPT സീരിയൽ നമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. എടാ യഥാർത്ഥ ഇത് കൊടുക്കണത് ChatGPT-യാ. അടാ ഇതൊക്കെ 300 നമ്മൾ എങ്ങനെ എടുക്കും? എടാ അത് കോപ്പി ചെയ്യാൻ പറ്റും. നീ വെറുതെ കണ്ണെടുത്ത് ഇൻവെന്ററിന്ന്. അതൊക്കെ അങ്ങനെ കോപ്പി ഇതുണ്ടാക്കി. ആ അതാ പറഞ്ഞേ. അതില് കോപ്പി സീരിയൽ നമ്പർ കൊടുത്തിട്ട് കൺട്രോൾ അടിച്ചാൽ മതി കൊണ്ട് ഓരോന്നിന്റെ. അത് ഓരോന്നും ചെയ്യേണ്ട വരുമല്ല മാനുവലായിട്ട്. നീ ChatGPT എടുത്ത സാധനം ജസ്റ്റ് ഒന്ന് തരുമോ? തൽക്കാലത്തേക്ക് തരും. കറക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. മറ്റേ വണ്ടി എന്തി? എവിടെ? ഇത് എന്തൊരു ബഗ്ഗാണെന്ന് പറയണേ. അൺബ്ലോക്ക് ചെയ്തേക്ക്. 471. ഹലോ 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 അണ്ണാ. ഞാനോട് ഓർത്തന്നെ കുനിച്ചേർത്ത് ഇടിക്കുവായിരുന്നു ഒരു കേസിൽ കിട്ടിയവനെ. അവനെ ഇടിച്ച് അവന്റെ നട്ടലൂരിയപ്പോൾ സൗണ്ട് ആണ് ഇപ്പൊ കേട്ടത്. ആണല്ലേ? എന്നെ ഭയങ്കര പേടിയായിരുന്നു എല്ലാവർക്കും. പക്ഷെ നിന്റെ നട്ടൽ ഊരുന്ന സൗണ്ട് ആണല്ലോ കേട്ടത്. എന്റെ ഉള്ളം കയ്യിലല്ലേ അണ്ണാ പീടി. നിന്റെ ഉള്ളം കയ്യില് എല്ലാരും എന്റെ കയ്യിലാണ്. എല്ലാരും ഞാൻ സെറ്റ് മൊത്തം ഒതുക്കിയാണ്. പീടിവണ്ടി കത്തിച്ചേരെ. ഈ പീടിവണ്ടി കത്തിച്ചേരെ. ചെയ്യരുത്. ഞങ്ങളെ ഞാൻ ഇന്ന് നമുക്ക് വാറും പരിപാടി ഒന്നും ഇല്ലാത്തതുകൊണ്ടാ ഞങ്ങള് PD വണ്ടിയിൽ ഒരു ട്രിപ്പ് പോകാൻ പോവാ ഇന്ന്. അത് അസിസ്റ്റന്റ് കമ്മീഷണർ ചന്ദ്രബോസ് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അസിസ്റ്റന്റ് കമ്മീഷണർ ഇഷ്ടപ്പെടത്തില്ലെങ്കിലേ ഞങ്ങള് പറയുന്ന ലൊക്കേഷനിൽ വന്നിട്ട് ആ വണ്ടി മേടിച്ചോണ്ട് പോയാൽ മതി. പറ്റുമോ നോക്ക് വണ്ടി മേടിച്ചോണ്ട് പോവാൻ. അത് വിളിച്ച് പറയാം. തൽക്കാലം ലൊക്കേഷൻ പറയാം. നമ്മള് കുറച്ചേരി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. അണ്ണാ ഇപ്പൊ ആലോചിക്കണോ സിറ്റിയിലെ ബാക്കി എന്റെ ഗുണ്ടോളെ ഞാൻ ഒതുക്കി. ഇനി ഗുണ്ടായിട്ട് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ സിറ്റിയില്. ഇനി നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാര് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടാണ്. അണ്ണനെ കൈവലം വെച്ച് കൊണ്ടുപോകുന്ന പറയുമ്പോ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എടാ നിനക്കത് പറ്റുമെങ്കിൽ നീ അത് ചെയ്യും. ഡയലോഗ് താളമൊക്കെ വിട്ടിട്ട് നിനക്കത് പറ്റുമെന്ന് നോക്ക്. ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നിന്നപ്പോഴുള്ള പരിന്തോഷനല്ല നീ കണ്ടിട്ടുള്ളൂ. എതിരെ നിന്നപ്പോഴുള്ള പരിന്തോഷനം നീ കണ്ടിട്ടില്ലല്ലോ. അതും കൂടെ പറക്കൂ. അത് മാസ് ഡയലോഗാണ്. അതിന്റെ ഇടയ്ക്ക് കയറി കൊണ പറയരുത്. മനസ്സിലായല്ലോ? എനിക്ക് അങ്ങനെ കാണണ്ട. എങ്ങോട്ട് വരാന്ന്? ഇങ്ങോട്ട് വരാം. ഇല്ല ഞങ്ങൾക്ക് ഗ്യാങ്ഹൗസിൽ ഞങ്ങൾ PD കേറ്റാറില്ല. വേറെ എവിടെല്ലാം പറഞ്ഞോ? അങ്ങനെയൊക്കെ അങ്ങനെ എനിക്ക് PD ആയിട്ടുള്ള PD യൂണിഫോം ഇട്ട ആൾക്കാരോട് എനിക്ക് പുച്ഛമാണടാ. നല്ല മനസ്സിലായിട്ട് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ഇല്ല എനിക്ക് PD ഡ്രസ് ഇട്ട ആൾക്കാരോട് ഭയങ്കര പുച്ഛമാണ്. ഞാൻ അവരെ കണ്ട ഇങ്ങനെ ബിഹേവ് ചെയ്യണം. എനിക്കാണെങ്കിൽ പിന്നെ ഇവന്മാരുടെ വണ്ടി കാണുമ്പോഴേ എടുത്ത് ഓടിക്കാൻ തോന്നും. ഞാൻ അങ്ങനത്തെ ഒരു ഫുണ്ടയാണ് ഞാൻ. മനസ്സിലായോ? അണ്ണാ അത് ഞാനേ അണ്ണാ ഒരു അണ്ണാ സ്റ്റേഷനിലുണ്ടേ. അപ്പൊ ഞാൻ കൈകാര്യം ചെയ്തിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ എടാ ഈ വണ്ടി അണ്ണനെ വിളിച്ചോ. ഞാൻ ഓടിച്ചോളാം.
അയ്യോ 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 പോയിക്കൊണ്ടിരിക്കുക. അയ്യോ 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 സീറ്റ് മാറണായിരുന്നു എന്താ എടാ ഞാൻ അപ്പുറം എടാ ഡ്രസ് മാറണമല്ലോ. ഡ്രസ് പോണ ആ വാ വാ ഈ back കേറാ. ഗ്യാങ് ഡ്രസ് മാറ്റല്ല നല്ല ശരിയാവില്ല. document ഗ്യാങ് ഡ്രസ് മാറ്റി 125 കണ്ടിന്റെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. നമ്മൾ ഈ വണ്ടിയെ പോകുന്നു, ചന്ദ്രബോസിനെ കാണുമ്പോ ചന്ദ്രബോസിനെ എത്രയും ട്രിഗർ ചെയ്യാൻ പറ്റുമോ അത്രയും ട്രിഗർ ചെയ്യണം. മനസ്സിലായോ? പക്ഷെ ബോസണം പാവല്ലേ ഈ ഏബലിനെ ഇറക്കാം, ഏബലിനെ വണ്ടി നിറക്ക്, വണ്ടി നിറക്ക്, വണ്ടി ബോസ് അണ്ണന്റെ അണ്ടി. എടാ എന്റെ തത്സമയം ഒന്ന് സംസാരിക്കൂ, ഞാൻ ഒന്ന് മൂത്ര വെച്ചിരുതാ വരും. ഒരു സെക്, ഒരു മിനിറ്റ് സമയം തരൂ, എനിക്കൊന്ന് മൂത്ര കാണാൻ. ഹലോ എല്ലാവർക്കും വെൽക്കം ടു അണ്ണൻ മുള്ളാൻ പോയി ഇപ്പൊ വരും, മുള്ളാൻ പോയി ഇപ്പൊ വരും. ജൂടെ ഒന്ന് ഇറങ്ങിയടാ. ഇലക്ഷൻ ഒന്നടാ. ഞാൻ ലൈവ് ആണേ. ആ നീ ലൈവ് ആണോ? ഏ ഫോണെന്ത് എടുക്കും? നീ വടിക്കുന്ന ഒരു കള്ളനാണ്. ഏവലെ കള്ളനൊന്നുമല്ല, മെറ്റല്ലേ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ? എനിക്ക് നാളെ CA എക്സാം ആണ്. ഓൾ ദ ബെസ്റ്റ് ബ്രോ, ഓൾ ദ ബെസ്റ്റ്. ധൈര്യമായിട്ട് പോയി ബ്രോ, ഒന്നുമില്ല, എല്ലാം സിസ്റ്റം, പേടിക്കണ്ട. ലൈഫ് അങ്ങനെയല്ലേ ബ്രോ. കുറുക്കുറെ എടാ, കുറുക്കുറൊക്കെയാണ് കേട്ടോ ഇത്. കുറുക്കുറ ചെയ്യുന്നുണ്ട്. അരിയും വെച്ചോണ്ടോ അന്നൊക്കെ ഓരോരുത്തന്മാര്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക്. എന്നാലും ഒരു പാവം പയ്യനുണ്ട്, TV എവിടെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. പയ്യനുണ്ട്, പോടാനറി. എന്തായാലും സെറ്റാക്കാൻ നമുക്ക് ഇത് എല്ലാരും ഗോളൊക്കെ അടിക്കണം. ആ പോടാ പറയാറികളെ, ഏബല് നന്നായി കൂടെ പോടാ കുറുക്കുറ. എടാ നിന്നെ ഈ വണ്ടി ആയിട്ട് പോണ്ട ഡ്രസ് മാറി. എന്താടാ പോയ പിന്നെ ഇതിട്ട് തന്നെ പോകും. പോടാ എന്നിട്ട് ഒന്ന് പുറത്ത് എടുക്കണേ ഒരു കാര്യത്തിന്. പോടാ പരനാറി. എടാ ചൂട നിന്നെ കേട്ടോ എല്ലാം തെറി വിളിക്കും. കുറുക്കുറയുടെ അരി കുറുക്കുറ എന്തൊക്കെയാണ് എന്തൊക്കെയല്ലേ ഇവർ പറയുന്നത്? ഇതെന്തിനു പറയും? ഇതെന്തിനു പറയേ സീരിയൽ നമ്പർ സത്യല്ലേ അത്? അണ്ണൻ സ്ക്രീൻ ഷെയർ കൂടെ ഓണാക്കി വെച്ചിട്ട് പോയാൽ നമുക്ക് ഓരോരുത്തർക്ക് സ്ക്രീൻ അതില്ലല്ലോ. ചാനൽ നെയിം ഇട്ടിട്ടുണ്ട്, സബ് കൊണ്ട് സബ് ചെയ്യണം. പിന്നെയാണ് നമ്മുടെ 4 പേരുടെ ചാനൽ പിൻ ചെയ്ത് വെക്കണേ. എല്ലാരും ഫോളോ ചെയ്യുക. കിട്ടും എല്ലാം കിട്ടും. ജേബൽ ഇതെന്തൊരു പറയാടാ ഇത്? എടാ പന്നി മീൻ മിണ്ടരുത്, ഒരു പന്നീനെ അറിയാണ്ട് ചവിട്ടിക്കും. എന്റെ ഫോൺ അപ്പുറത്തിട്ടേക്കോ, കുത്തിയിട്ടേക്കോ. എന്റെ സെഞ്ചുറി പറയും. വീഡിയോ ഉണ്ട് എന്നാ വരാൻ പറ. പിന്നെ വരുന്ന നമുക്ക് വരുന്നിടത്ത് വെച്ച് നോക്കാം. ഇത് ഹലോ അണ്ണാ, ഇത് എനിക്ക് സൈബർ ബുള്ളിങ് ഞാൻ അണ്ണാ. ഇത് എന്തുവാ അണ്ണാ? ഇത് എന്താ എന്ത് പറ്റിയടാ?
അണ്ണ ഗെയിമിൽ എന്തിനാ എല്ലാവരും ഓരോ ശല്യങ്ങള്. എടാ ഒരു കോള്. ആ ഹലോ, ആരാ? ഹലോ സാർ എവിടെയുണ്ട്? സാർ എവിടെയുണ്ട്? ഞാൻ പലയിടത്തും ഉണ്ട്. അല്ല സാർ കാണാനായിട്ടായിരുന്നു. അവര് പുറകിലുണ്ടോ? തൊട്ട് പുറകിലുണ്ടോ? ഈ ദിവസം നിർത്തല്ല, നേരെ നേരെ പോണം, നേരെ അണ്ണ ഗ്യാങ്സ് ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിന്റെ സൈറിന് അതാ സാധനം അങ്ങനെ ഓണാക്കുന്നേ. ഹലോ ഹലോ യുവിഎക്സിലെ ബ്രോ. ഹലോ സാർ എവിടെയുണ്ട്? ഞങ്ങളിപ്പോ മണി ട്രഫിന്റെ അടുത്ത്. ആ നമ്മള് നിങ്ങളെ ഹൗസ് ഒന്ന് ബ്രീച്ച് ചെയ്യണേ. ഹൗസ് ബ്രീച്ച് ചെയ്ത മുട്ടുകാരല്ലേ ഓടിക്കുക സാറേ? സാറേ ഇത് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല സാർ. എന്തോ സാറേ ചെയ്യാതിരിക്കാൻ പറ്റില്ല സാറേ. ലാസ്റ്റ് ഓപ്ഷൻ തരാം സാറേ. 5 മിനിറ്റ് വെയിറ്റ് ചെയ്യെങ്കിൽ നമുക്ക് നമ്മളൊന്ന് സംസാരിക്കാം. സംസാരിച്ചതിന് ശേഷം സാർ എന്തോ ചെയ്തോ? ആ ഞാനിവിടെ ഗ്യാങ്സിന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യോ? ആ അവിടെ ആ സാർ എന്നാ ഞങ്ങൾ മണി ട്രഫിൽ നിന്ന് ഗ്യാങ്സ് വരെ വരുന്ന സമയം. ആ സാറേ സാർ ഓക്കെ. എടാ അവനെ അവൻ ക്ഷമയില്ലാത്ത ഒറ്റ ബുദ്ധി. അവൻ എന്തെങ്കിലും ചെയ്യും. വെയിറ്റ് ചെയ്യും. ഡ്രസ് ഊരിയിട്ട് ഹെൽമെറ്റ് ഇട്ടോ. ഓ അടിയുണ്ടാവും മിക്കവാറും അടിയുണ്ടാവും. എനിക്ക് ക്രോസ് ഒരു മിനിറ്റ് ക്രോസ് എടുക്കട്ടെ. ആ ഒറ്റ ബുദ്ധി അവനെ വെടിയൊക്കെ വെച്ച് കളയവൻ. മോണ്ടേജിലൊക്കെ കട്ട് ചെയ്തിടും. MRC അമ്പ ലൈവ് ഒരു ഊമ്പാന്റെ ലൈവ് നോക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് എന്റെ ലൈവിൽ എനിക്ക് പിന്നെ കണ്ട ഊമ്പന്റെ ലൈവ് നോക്കിക്കൊണ്ടിരിക്കാനാണോ എനിക്ക് സമയം? എനിക്കിവിടെ വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഇനി ഊമ്പന്റെ ലൈവ് നോക്കാം. ആ ഡ്രസ്സൂരിയ അവനൊന്ന് വിളിച്ചേ. ബാഗ് ഉണ്ട്, ബാഗ്. ആ ഇവന്റെ ബാഗ് ഉണ്ട്. വേറെ ഡ്രസ് ചെയ്യണം നമുക്ക്. റിഫ്രഷ് അടിച്ചാലും ഡ്രസ് വരൂല. എന്തോ കേട്ടില്ല. ഇവന്റെ ബാഗ് ഉണ്ട്, വേറെ ഡ്രസ് ഇടാം. റിഫ്രഷ് അടിച്ചാൽ ഡ്രസ്സേ വരത്തില്ല നമ്മുടെ. ആണോ? ഇവരിങ്ങനെ ഇത് ഓടിക്കുന്ന ഈ ഡിജെക്കകത്ത് ഉള്ളതല്ലേ ഒരു പാട്ടൊക്കെ ഇട്ട് പോയ വൈബാണല്ലോ അവർക്ക്. സത്യം എന്റെ കണ്ണിന് വേദന. കണ്ണടിച്ചു പോണല്ലേ ഇത് കണ്ട് സത്യം RGB. പീഡിയ ട്രാക്ക് ചെയ്യാൻ പറ്റൂലേ അവർക്ക്? ആണല്ലേ. പണ്ട് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് വരാന്നൊരു സ്കീം ഉണ്ടായിരുന്നു. ആ ശരി, മാപ്പിൽ കാണിക്കൂല. നീയൊക്കെ എന്തിനാണ് ഇവിടെ വന്നിരുന്നത്? നീ പോയി അവന്റെ ഊമ്പന്റെ ലൈവ് ആണെങ്കിൽ കാണ്. എനിക്കെന്താ? MRC എന്തിനാ ട്രാക്ക് ചെയ്യുന്നേ? പിന്നെ MRC സെൻഡെക്സ് എന്ന് പേരിട്ട് കോപ്പിറൈറ്റ് അയച്ചാ പിന്നെ ഞാൻ KVA ട്രാക്ക് ചെയ്യണോ? ബുദ്ധിയില്ലാത്ത കുണ്ണെ. ഇവിടെ എവിടെ കത്തി പോണുണ്ടല്ലോ. ഇതേ ലൈൻ തന്നെ പോയാൽ മതി. അവിടെ എന്തോ ഒരു പ്രോപ്പ് ഉണ്ടായിരുന്നു, അതാണ്. ഈ ലൈനാണ് കേട്ടോ. ഇവിടെ നിന്നാണ് കത്തുന്നത്. ആ ഇവിടുന്ന് കത്തുന്ന. എന്താ അണ്ണാ അവനൊരു കോപ്പറേറ്റ് അടിച്ചു ചോദിക്കട്ടെ. ഓൾഡ് കോപ്പറേറ്റ് അപ്പാപ്പൻ പറഞ്ഞ വീഡിയോ പൊന്തി വന്നിട്ടുണ്ട് വാസം അണ്ണാ. എടാ ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ. നമ്മള് ഇവന്മാരെ ഇരുന്ന് പറയൂലേ കമ്മ്യൂണിറ്റി നമുക്ക് OC വേണ്ട, നമുക്ക് അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞു പരത്തിയിട്ട് അതിന്റെ പുറത്തോട് ഇത് ചെയ്യുന്ന കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. മനസ്സിലായ? അതിന്റെ പുറത്തൂടി ഇത് പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത്. ഒന്നെങ്കിൽ നീയൊക്കെ അങ്ങ് പറയണം എന്റെ ഇഷ്ടമാ, ഇങ്ങനെ അങ്ങ് പറയണം നമ്മളോട്. എന്റെ ഇഷ്ടമാ കോപ്പിറൈറ്റ് തരുന്നതൊക്കെ തന്നാ നീ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങനെ പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ നിൽക്കാം. TV ഡൗൺഫോൾ ബിഗിൻസ്. നിന്റെ തന്ത വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നല്ലേ ഇന്നലെ വന്ന അച്ചിക്കണ്ടികൾ കുറച്ച് സ്കൂൾ പിള്ളേരും പിന്നെ നമ്മുടെ വർഷങ്ങളായിട്ട് തല്ലുകൊണ്ട് മെഴുകുന്ന കുറച്ച് വാഹനങ്ങൾ വിചാരിച്ച TV ഡൗൺഫോളാ. തിരിപ്പിക്കാതെ പോടാ കണ്ടി. എന്നെ നോക്കിയണ്ണ തെറ്റല്ലേ? ഇതാരാ എന്നെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഇതൊക്കെ? ഇല്ല ഞാൻ റേഡിയോ അല്ലടാ, ഞാൻ ഇത് ക്ലോത്തിങ് സ്റ്റോർ. രണ്ടും ഒരുമിച്ച്. താടിയൊക്കെ വെച്ച് എങ്ങനെ സെറ്റ്? ഏതെങ്കിലും ഒരു ഡ്രസ് ഇട്ടാ മതി, ചുമ്മാ ഒരു നോർമല്.
ഞാൻ റെഡിയാ. അണ്ണാ വേണേ നമുക്ക് എല്ലാവർക്കും ഒരു താഴെ വെച്ചങ്ങ് പോവാണ്. അതിൽ എനിക്ക് ഓടാ. ഇല്ല ഇല്ല ഇല്ല, അത് സീനില്ല. താടിയൊന്നും വേണ്ട എന്നാ ചില്ല. വിട് 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 വിട്. ഗ്യാങ്സിന്റെ വിളി പീട്ടി ഹലോ ആ കുഴപ്പമില്ല. നീ ഇത്ര നേരം AFK അല്ലായിരുന്നോ? നമ്മൾ ഇത്ര നേരം. അപ്പൊ ശരി ഓക്കെ. ഈ താടി ഇവിടുന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞുതരാം. ഒരു കിടില സാധനമുണ്ട്. ഒന്ന് ലോഡ് ആയിക്കോട്ടെ. സ്കാർഫ് മാസ്കി 368. മാസ്കിനകത്ത് 368. മാസ്കില് 368 368. ഇങ്ങനെ വരുന്നു എനിക്ക്. ടൈപ്പ് ചെയ്യാൻ പറ്റാതായിരിക്കും അല്ലേ? അതെനിക്കുണ്ട്. 3 ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. 368. അതിന്റെ കൊറേ നല്ല താടിയുണ്ട്. ഏതാ നീ മുമ്പ് മോനെ കേവിയെ തല്ലിയന്റെ കോൺഫിഡൻസ് ഒക്കെയാണ് നിനക്കൊക്കെ കയ്യിൽ വെച്ചാൽ മതി കേട്ടാ. ഇപ്പോഴേ പറയാവേ, നിന്റെ അണ്ണന്മാര് പുഴുത്ത് നമ്മുടെ ഗ്യാങ് നക്കുന്ന വീണ്ടും കാണുന്നവര് വെറുതെ നമ്മളെ പിരിയല്ലേ. വിട് വിട് വിട്. ഹലോ അണ്ണ നടന്നല്ലോ പറഞ്ഞ? അല്ലല്ല, അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. എവിടെ എത്തി? ഇപ്പതാ ഏകദേശം നമ്മുടെ ഹോസ്പിറ്റലിനോട് എത്തി. വണ്ടിക്ക് ഫ്യൂവല് തീർന്നു പോയായിരുന്നു. നമ്മളൊന്ന് ഫ്യൂവൽ ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കുവായിരുന്നു. തിരക്കുള്ള ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, അപ്പൊ ഞങ്ങൾ കേറുവാണേ. വീട്ടിൽ കയറിയ നേരെ ഒന്ന് വെടിവെക്കത്തേയുള്ളേ. ഇതാകുമ്പോ നമുക്ക് മനസ്സമാധാനത്തിൽ സംസാരിക്കാം. ഇത് 5 മിനിറ്റ് തന്നത്. 5 മിനിറ്റ്. ഇത് 5 മിനിറ്റ് കൂടുതലാണ്. എന്നാൽ 3 മിനിറ്റ്. 2 മിനിറ്റ്. 2 മിനിറ്റ് ആണെങ്കിൽ അവിടെ കയറിയ തല്ലി ഓടിക്കും. ഒരു സംശയമില്ല. നമ്മളൊരു പീഡി വേണ്ടിയില്ല. അത് പീഡിക്ക് കൊടുത്തില്ലെങ്കിലേ സീനാവും. നമ്മുടെ പറഞ്ഞ പീഡി നടക്കും. കാമുകിയുടെ സംസാരിക്കുന്നു. ആരൊരു പിടിക്കും. അണ്ണനോട് അണ്ണ ജമാലുവിന്റെ പുറകെ മിസ്റ്റർ എക്സ് നടക്കുന്ന ആ മിസ്റ്റർ എക്സിന്റെ ഏതൊരു വണ്ടി കട്ടെന്ന്. എന്നാ അവന്റെ അടുത്ത് അത് മാനേജ് ചെയ്തോളാം പറ. ഇതിനകത്തൊന്നും ഇടപെടാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അവൻ നാട്ടിലുണ്ടാക്കുന്ന വള്ളിക്ക് മൊത്തം ഞാൻ ഇനി വിളിയേക്കാൻ പോവാ. എനിക്ക് വെള്ള സ്ക്രീനാ. പറഞ്ഞോ എന്തെങ്കിലും വെട്ടി അടിച്ചോണേ നീ. എല്ലാം ഞാൻ നോക്കിയോളാം. കേട്ടുവിടടാ. വെള്ള സ്ക്രീനാ എനിക്ക്. എന്താ ഇവന്മാർക്കൊക്കെ നീയൊക്കെ ഇങ്ങനെ ബ്രെയിൻ ഡെഡ് ആവല്ലടാ, ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവല്ലടാ. ബെസ്റ്റ് ഓപ്ഷൻ. വേറെ ഒന്നും പറയാനില്ല. വണ്ടി എവിടെയെങ്കിലും ഉപേക്ഷിച്ച് ഇറങ്ങി ഓടാൻ ഞാനീ ഗ്യാങ്ങിനെ അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യണോ? എന്നിട്ട് അങ്ങ് വലിച്ചു വരിക. എന്നിട്ട് കരണ്ട് പോയെന്ന് പറഞ്ഞാൽ തല്ലുള്ളികള് പാർട്ടി പറഞ്ഞു കൊടുക്കുന്നതാ. നീ പേടിക്കണ്ട. പീഡിയല്ല നോക്കിയോളൂ. ഒരു പ്രശ്നമില്ല. ഓക്കേടാ. ലൈഫ് അങ്ങനെയാണ്. അക്സെപ്റ്റ് ചെയ്യാ. പേടിയല്ല നോക്കിയോളൂ. അല്ല അതെ ഇത് നീ നോക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് നോക്കിക്കോളൂ. അവിടെ വരുമ്പോ മിണ്ടല്ലേ. സൗണ്ട് ജസ്റ്റ് ഒന്ന് ബേസ് കൂട്ടി സംസാരിക്കുക. നമ്മൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ പോവാട്ടാ. എന്റെ പേര് വിമലനെ. എന്റെ പേര് വിമലൻ. എന്റെ പേര് ജോർജ് കുട്ടി. ഞാൻ ഇരവി. ചെരവല്ലടാ, ഇരവി. മറ്റേ ബസ് കണ്ടക്ടർ കിട്ടില്ല. ഇവിടെ നോക്ക്. തല്ലുള്ളിക്ക തറവാട് കാണാൻ നല്ല രസമുണ്ടല്ലേ? ഉണ്ട്. അണ്ണാ പക്ഷെ ഉണ്ടല്ലോ അണ്ണാ, സിറ്റിയില് വേറൊരു ടീം അറിയണോ? ഇത്തിരി സീനായിട്ടുള്ള ഒരു ടീം. അണ്ണൻ കേട്ടിട്ടുണ്ടോ ബ്രെയിൻലെസ് എന്ന്?
BLSD പയ്യന്മാരുടെ വിഷയമൊന്നും അണ്ണനും വരുന്നോ നമ്മുടെ BLSD ഞാനില്ല പയ്യന്മാര് സീന് വീഡിയോമായി പോയി കഴിഞ്ഞാൽ മാസമായി അടുത്ത വീഡിയോ പോയി ഞാൻ പറഞ്ഞില്ല ഒറ്റ ബുദ്ധിയാവുന്നത് ഇതിപ്പോ നമ്മളെല്ലാരും കൂടെ വന്ന് പ്ലാറ്റ് ഇവര് കൊറേ പേരുണ്ടാവോ? എല്ലാവരുടെ ഡ്രസ് പറഞ്ഞാൽ അണ്ണ 14 പീടി ആരും മരിച്ച് നമ്മുടെ കുടുംബങ്ങളെ ചത്ത് നീ ശവത്തിന്റെ മേത്ത കൈ വെച്ചേക്കുന്നത്. ഞാൻ ശവത്തിന്റെ മേത്ത് ഇരിക്കുന്നേ അണ്ണ ചന്ദ്രൻ അടിച്ചിട്ടാണോ അവനെ? ഹെൽമെറ്റ് ഇല്ലാണ്ടിരുന്നത് അതെ എനിക്ക് ഹെൽമെറ്റ് ഉണ്ടോ? എനിക്ക് കണ്ടൂടാ. ഹെൽമെറ്റ് ഇല്ല നീ മുഞ്ചി കേട്ടോ. നിന്നോട് പിന്നെ ഇപ്പൊ ഡ്രസ് മാറാൻ പോയപ്പോ എന്താ പറഞ്ഞേ? ഹെൽമെറ്റ് ഉണ്ടെന്ന് വന്നിട്ട് അടിച്ചിട്ടവൻ. പക്ഷെ ബാക്കിയുള്ള ഞാനല്ലേ ചത്തേ, ഫ്രണ്ടിലുള്ള ഇവനെ ചത്തേ. അതെന്ത് നീ തല വെച്ച് അവന്റെ തല കിട്ടി. എനിക്കിപ്പോ ഹെൽമെറ്റ് വന്നോടാ. അതിപ്പോഴാണ് ഞാൻ തല വിളിച്ചു വെച്ചേ. ഇവനെ ഒന്ന് രക്ഷിക്കാൻ എന്ത് ചെയ്യണ്ടേ? രക്ഷിക്കാൻ EMS അണ്ണ എവിടെയെങ്കിലും എസ്കേപ്പ് ആയിട്ട് നമുക്ക് EMS വിളിച്ചു വരുത്താം. അവർക്ക് ട്രാക്ക് എത്തിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. എന്നാ നമുക്ക് സേഫ് ആയിട്ട് സ്ഥലം പറ. ഈ സിറ്റിയുടെ ഏറ്റവും കിടിലൻ സ്ഥലം എന്ന് പറഞ്ഞാൽ ടണലാണ്. ഏത് ടണല്? മാർക്ക് ഇവിടുന്ന് വേണം റൈറ്റ് എടുത്ത് നോക്കോ. ഇവിടുന്ന് റൈറ്റ് എടുത്തോ. നമുക്ക് ഇവിടെ പോയാലോ? മണി ട്രോഫി പോയാലോ? അല്ലെങ്കിൽ അത് ശരിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവരെ ഇട്ടേച്ചേ നമുക്ക് വണ്ടി ഒളിപ്പിച്ച് വെക്കണം കേട്ടോ. EMS റിപ്പോർട്ട് ചെയ്യും. വണ്ടി ഓൾറെഡി ഇത് വെക്കണം. കാരണം ഇവൻ ഡൗൺ ആയതുകൊണ്ട് സ്ഥലം പറ. അതല്ലാതെ മണിറ്റർ ഫലമുണ്ടോ? ടണലാണ് അതിന്റെ ഒരു ഇത്. നമുക്ക് എയർപോർട്ടിൽ എവിടെയെങ്കിലും ഇതാക്കിയാലോ? എയർപോർട്ട് ആണെങ്കിലും എവിടെ പോകും? എയർപോർട്ടായാലും അവൻ ജീനക്കിട്ടില്ലല്ലോ. ഇതൊന്നും പുറകില്ലെന്നാ തോന്നുന്നത്. നമുക്ക് എയർപോർട്ടിന് മുക്കുമ്പോൾ എത്തിയിട്ട് എന്താ ഇതിനകത്ത് ഇത് തുറക്കൂല? ഞാൻ EMS വിളിക്കാം. നിങ്ങൾ ഇവിടെ ഇറങ്ങാം. അവനെ കൊണ്ട് ഇവിടെ ഇറങ്ങിട്ട് ബോഡി ഇട്ടിട്ട് EMS വിളിക്കേ. ഞാൻ വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് നിർത്താം. നീ ഇവനെ പുറത്തോട്ട് ഇറക്കി പറ്റുന്നുണ്ടോ നോക്കി. വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തോ. പൊക്കിട്ട് പറയേ. പെട്ടെന്ന് പോക്കെ. പറടാ അമ്പത്തൂരെ. ഇത് പാർക്കിംഗ് ആണോ? പാർക്കിംഗ് ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടല്ലോ. എടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഒരു വണ്ടി എടുത്തിട്ട് ഗ്യാങ് വണ്ടി വേണ്ട, വേറെ ഡ്രസ് മാറിട്ട് വരണം. ഗ്യാങ് ഡ്രസ് ഒന്നും ഇടല്ലേ. പാർക്കിംഗ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എവിടെ പാർക്കിംഗ്? വേറെ അകത്തെ പാർക്കിംഗ് ഒന്നും ഇല്ല. ഇത് എവിടെ ഇപ്പൊ നിർത്തിയേക്കുന്നത്? അണ്ണൻ നേരെ ബാക്കിൽ പോയൊരു പാർക്കിംഗ്. ഇവിടെ ഒരു പാർക്കിംഗ് ഇല്ല ഇവിടെ. ബാക്കില് ആ ലെഫ്റ്റിന്ന് എടുത്ത് ചാടുന്ന സ്ഥലം ഇവിടെ. ഇത് അതൊക്കെ അടിക്കാൻ അതിന്റെ ഇടയ്ക്കലാണ് നിന്നെ പോലത്തെ കണ്ടികളുടെ അടുത്ത് ഞാൻ ആ കോൺഫിഡൻസ് കാണിച്ചോളാം. എനിക്ക് എന്റെ ടീം എങ്ങനെ കളിക്കുമെന്ന് അറിയാം. തോറ്റു അത്രേ ഉള്ളൂ എനിക്ക്. അല്ലാതെ നിന്റെയൊക്കെ പോലെ മറ്റേ രാത്രി ഉറക്കം പോവാ, അയ്യോ തോറ്റു, ഇനി എനിക്ക് ഗ്യാങ് മുന്നോട്ട് നടത്താൻ പറ്റില്ല, ഞാൻ MRCയിലെ ഒരു 2000 കണ്ടികളെ എങ്ങനെ മാനേജ് ചെയ്യും എന്ന്. നീയൊക്കെ നമ്മളോട് തോറ്റിട്ട് എത്ര കോൺഫിഡൻസ് ആയിട്ട് വന്ന് ലൈവ് ഇട്ടിരിക്കുന്നില്ലേ? 12,000 13,000 പേർക്കെതിരെ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് 2000 പേരുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്താണ് പ്രശ്നം? ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ചിൽ ഔട്ട്. മനസ്സിലായോ? പെട്ടെന്ന് വിളിക്കുക. ആ കണ്ടി ഇവിടെ നിന്ന് തപ്പി വരും. ഇപ്പൊ നിങ്ങൾക്ക് കമന്റ് സെക്ഷൻ ലോഡ് ആവാത്ത എന്താടാ ഇത്? എനിക്ക് മാത്രം ഇപ്പൊ ഈ ബഗ് ഉള്ളത്. എന്താ ഇങ്ങനെ? ഒരു തരത്തിൽ മനസ്സിലാവണില്ല.
പറ്റൂലെന്ന് തോന്നണം. ഹലോ അണ്ണാ എന്ത് പറ്റി? ഹലോ ഹലോ അണ്ണാ, ഞാൻ അങ്ങോട്ട് വന്നപ്പോ നിങ്ങള് വേറെ ആരോ വെടിവെച്ച് വണ്ടി എടുത്തോണ്ട് പോയത് അങ്ങോട്ടാ? ആരാ? അല്ല ഞങ്ങൾ ഏതോ കുറെ കള്ളന്മാര് മറ്റേ പീടി വണ്ടി എടുത്തിട്ട് വന്ന് അങ്ങനെ അങ്ങനത്തെ ഒരു ഫയറിങ് ചെയ്യാൻ തോന്നുന്നു. ആണോ? ഞങ്ങളപ്പോ അവിടെ വെടി കൊണ്ടപ്പം വെടി വന്നപ്പോ നമ്മള് വിചാരിച്ചു ഇനി വേറെ നിങ്ങൾ വല്ല സിറ്റുവേഷനിലായിരിക്കും എന്ന് വിചാരിച്ചു ഞങ്ങൾ ഇപ്പുറത്തോട്ട് വന്നതാ. ആ നിങ്ങളെവിടാ? ഞങ്ങള് മണി ട്രഫിലോട്ട് തിരിച്ചു വന്നായിരുന്നു. ഞാൻ മണി ട്രഫിലുണ്ടല്ലോ. മണി ട്രഫിലോട്ട് ഉണ്ടോ? ആ ഞങ്ങളിപ്പോ ഇത് അയ്യോ മണി ടർഫല്ല, നമുക്ക് മൾട്ടിപ്പിൾ ടർഫിലുണ്ട്. നമ്മളിപ്പോ റാഞ്ചോയില്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ വരുന്നില്ല ഇപ്പൊ? ഇല്ല, നിങ്ങള് സിറ്റുവേഷനിൽ എന്തോ അല്ലേ നടക്കണ്ടേ? ആ ശരി ശരി ശരി. എന്റെ കമന്റ് എന്താടാ ലോഡാവാത്തെ? എനിക്ക് നിങ്ങളുടെ കമന്റ് കാണുന്നില്ല ഗൈസ്. ഫ്രണ്ട് ഇരിക്കുന്ന ആരാടാ? ഏബലല്ലേ? എനിക്കിവിടെ 2 മോണിറ്റർ അല്ലടാ. ഹലോ, എനിക്കിവിടെ മൊബൈല് മാത്രമേ ഉള്ളൂ.